വിനീതമായ നമസ്കാരം. നമ്മുടെ കൂടെ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ആണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം നമ്മുടെ ഈ രണ്ട് സ്കൂളുകളുടെയും ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള രണ്ട് സ്കൂളുകളുടെയും ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് റിസർച്ച് പ്രൊമോഷനും ഫെലിസിറ്റേഷനുമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഫാക്കൽറ്റിയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും ഫാക്കൽറ്റിയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയും. അപ്പൊ ഈ PG ടീച്ചിങ്ങിന് ആൾറെഡി തന്നെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ഉദാഹരണമായിട്ട് സെമിനാറുകൾ, ജേണൽ ക്ലബ്ബുകൾ, പിന്നെ ഡിസ്കഷനുകൾ, ക്ലിനിക്കോ പത്തോളജിക്കൽ കോൺഫറൻസുകൾ, ക്ലിനിക്കൽ മീറ്റിങ്ങുകൾ, ഗസ്റ്റ് ലെക്ചറുകൾ, അങ്ങനെ സ്പെഷ്യൽ ഇൻവൈറ്റഡ് ലെക്ചേഴ്സ്, അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പൊ ഇതെല്ലാം ഉള്ളപ്പോൾ ഇതിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ജേണൽ ക്ലബ്ബ്. ജേണൽ ക്ലബ്ബ് നടക്കുന്നതിന് വലിയ കാര്യമാണെന്നാണ് പലരും വിചാരിക്കുന്നത്. നമുക്ക് അത് ശരിയാണ്. ജേണൽ ക്ലബ്ബ് റെഗുലറായിട്ട് നടന്നു പോകുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. എങ്കിലും നമ്മളെ എല്ലാവരും ഇത് എത്രമാത്രം കൂടുതൽ എഫിഷ്യന്റ് ആക്കാം എന്നുള്ളതാണ്. ഇപ്പം പല ഏജൻസികളും വിർച്വൽ ജേണൽ ക്ലബ്ബ് ഇൻട്രസ്റ്റ് ഉള്ളത് അറിഞ്ഞുകൂടാ. വളരെ ഇൻഫോർമൽ ആയിട്ട് ഞങ്ങൾ വേറെ ആരെയും വിളിച്ചിട്ടില്ല. വളരെ ഇൻഫോർമൽ ആയിട്ട് ഇപ്പൊ ആരും ഇല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു ഫോർമാലിറ്റീസ് ഒക്കെ നടത്താമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷെ ഫോർമലായിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു പ്രധാന ഇഷ്യൂ ക്രിട്ടിക്കൽ അപ്രൈസൽ ടെക്നിക്സ് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത്. ക്രിട്ടിക്കൽ അപ്രൈസൽ ടെക്നിക്സ് എന്ന് പറയുന്നത് വളരെ അധികം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെത്തഡോളജിയാണ്. അപ്പൊ അതിനെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ജേണൽ ക്ലബ്ബ് അർത്ഥവത്താവുന്നത്. അഥവാ ജേണൽ ക്ലബിനെ നമ്മൾ എവിഡൻസ് ബേസ്ഡ് ജേണൽ ക്ലബ്ബ് പ്ലാറ്റ്ഫോം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ക്രിട്ടിക്കൽ അപ്രൈസൽ ടെക്നിക്സിന്റെ ഇപ്പൊ നമ്മൾ തുടങ്ങി ഒരു സീരീസ് ആയിട്ട് നടത്തുമ്പോൾ ക്രിട്ടിക്കൽ അപ്രൈസൽ ടെക്നിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നടത്തും. നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം ഇതെല്ലാം നമ്മളൊരു ലേണിംഗ് ടുഗദർ ആണ്. അത് കഴിഞ്ഞിട്ട് ക്രിട്ടിക്കൽ അപ്രൈസൽ ടെക്നിക്സിന്റെ ഓരോ സീരീസ് നമുക്ക് നടത്താം. അതിന് ഒരു ഫോമാറ്റ് ഉണ്ട്. ഇപ്പം ഒരു ജേണൽ ക്ലബ്ബിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ക്രിട്ടിക്കൽ അപ്രൈസൽ കൂടെ അതിന്റെ കൂടെ നടക്കണം. അപ്പൊ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ആ ആർട്ടിക്കിൾ ഏത് ടൈപ്പ് ആർട്ടിക്കിളാണ് മെത്തഡോളജി ഡിസ്കസ് ചെയ്യുന്നുള്ള അനുസരിച്ചിരിക്കും. ഉദാഹരണം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എവാലുവേഷൻ ആണ് അതിന്റെ ഫോർമാറ്റ്, ഒരു ഒബ്സർവേഷൻ സ്റ്റഡിയുടെ കോഹോർട്ട് അനാലിസിസ് ആണ് അതിന്റെ ഫോർമാറ്റ്, കേസ് കൺട്രോൾ ആണ് അതിനൊരു ഫോർമാറ്റ്, എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് അതിനൊരു ഫോർമാറ്റ്, ക്വാളിറ്റേറ്റീവ് ആണ് അതിന്റെ ഫോർമാറ്റ്. അപ്പൊ അലീഡ് 5 സ്ട്രീം, 5 സ്ട്രീമിന് ഒരുപോലെയാണിത്. ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മൾ ആയുഷെല്ലാം ആയുർവേദ ഹോമിയോസ്. അപ്പൊ ഇവിടെ എല്ലാം ഉള്ള PG പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെയും ഫാക്കൽറ്റിയും അവരെ ബാധിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പൊ അതുകൊണ്ട് കോമൺ ടോപ്പിക് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ചേർന്നാണ് ഇതിപ്പോ ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ഇതിപ്പോ നമ്മളിപ്പോ കൂടുതൽ ആളുകളൊക്കെ ഇപ്പം വളരെ ഇൻട്രസ്റ്റോടുകൂടി വന്നിട്ടുണ്ട്. അപ്പൊ അവരെ നമുക്ക് പിടിച്ചു നിർത്തണം, അവർക്ക് ഇൻവോൾവ്മെന്റ് കൊടുക്കണം, ഒരു ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് പോകണം. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയിട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കാനാണ് നമ്മുടെ ആഗ്രഹം. അതിൽ അടുത്ത പ്രാവശ്യം നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെയും ബഹുമാനപ്പെട്ട അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിന്റെ ഫോർമൽ ഒരു ഇന്നത്തെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ നേറ്റിവിറ്റീസ് എങ്ങനെയാന്ന് നോക്കും. പിന്നെ നമ്മൾ സീരീസ് ഓഫ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്ലാറ്റ്ഫോം ജേണൽ ക്ലബ്സ്, അതായത് ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ഓരോ ടൈപ്പ് ആർട്ടിക്കിളും, ഓരോ ടൈപ്പ് ഡിസൈനിലുള്ള മെത്തഡോളജിയിലുള്ള ആർട്ടിക്കിളും നമ്മൾ ചെയ്യും. അപ്പോ എനിക്ക് ഇതിനകത്ത് ഞാനിപ്പം സത്യം പറഞ്ഞാല് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു ഗാദറിങ്ങിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ നമ്മൾ അധികം തുടങ്ങിയിട്ടില്ല. നമ്മൾ വളരെ ഒതുങ്ങിയ രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ ഇപ്പം ചെയ്യുന്നുള്ളൂ. PGസിന്റെ ഇൻഡക്ഷൻ റിസർച്ച് മെത്തഡോളജി കോഴ്സ് നടത്തിയിട്ടുണ്ട്, പിന്നെ 2-3 CRM നടത്തിയിട്ടുണ്ട്, പിന്നെ MPhil നടത്തുന്നു. വളരെ പരിമിതമായ എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാനൊരു ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ഒരു ടീച്ചറാണ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു അങ്ങനെ അത്ര ഒരു വലിയ എക്സ്പോസറോ പേഷ്യന്റും നമ്മുടെ യൂണിറ്റ് കൊണ്ടുപോകുന്നതും പിന്നെ അവിടുത്തെ പരീക്ഷ ഡ്യൂട്ടി അതാ സമയം നമ്മൾ നമുക്ക് വലിയ റിസർച്ച് ഔട്ട്പുട്ട് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ ലെറ്റ് us ലേൺ ടുഗദർ ആൻഡ് ലെറ്റ് us ബി വെരി ഫ്രാങ്ക്.
എൻ്റെ ഒരു സഹോദര തുല്യനായ സുധി സാറാണ്. സാറ് റിസർച്ച് സാറ് യൂണിവേഴ്സിറ്റി, അതുകൊണ്ട് സാറിന് നല്ല എക്സ്പീരിയൻസ് ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സാർ എൻ്റെ കൂടെ ഉള്ളത് ഇത് നല്ലപോലെ നമുക്ക് മുന്നോട്ട് പോകും എന്നുള്ളതിന് ഒരു വലിയൊരു ആശ്വാസമാണ്. പിന്നെ കഴിഞ്ഞത്തോളം ഇന്നിപ്പോ തന്നെ രഘു സാറൊക്കെ വന്നിട്ടുണ്ട്. അധ്യാപകർ, സീനിയർ അധ്യാപകർ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വന്ന് സപ്പോർട്ട് തരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഇത്രയും പറയുന്നു. ഇനി സാറ് ബാക്കി സംസാരിക്കും. പിന്നെ സാറിന്റെ ഒരു 2 പ്രസന്റേഷൻ കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസന്റേഷൻ നടത്താം. നമുക്ക് ഇന്നിപ്പോ ഒരു ഇൻഫോർമൽ ആയിട്ട് ഇന്നിപ്പോ ഇതങ്ങ് തീർക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ഫീഡ്ബാക്ക് കിട്ടണം, എങ്ങനെ നമുക്ക് ഈ ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിനെ പറ്റി. നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പം പറയാവുന്നവർ ഇപ്പം പറയുക, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ ഇനി ഞങ്ങൾ രണ്ടുപേരും ഇന്നിപ്പം ഞങ്ങൾ ഡിസ്കഷൻ നടത്തുന്നെങ്കിൽ ഇനി ഞങ്ങൾ ആയിരിക്കും എടുക്കുന്നത്. നമ്മൾ വളരെ ഓൺലൈൻ ആയിട്ട് നമുക്ക് നല്ല കഴിവുള്ള സുസമ്മതരായിട്ടുള്ള ആൾക്കാർ തന്നെ കിട്ടും. കഴിയുന്നത്തോളം അവരെ തന്നെ, അതായത് ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾ, ഇപ്പൊ ഡയഗ്നോസ്റ്റിക്സ് എവാലുവേഷന്റെ ക്രിട്ടിക്കൽ അപ്രൈസൽ നടത്തുകയാണെങ്കിൽ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളിനെ നമ്മൾ അതിന് നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സാറ് സുധി സാർ ആമുഖം പറഞ്ഞിട്ട് സാറ് ക്ലാസ്സിലേക്ക്. നന്ദി സർ. ബാക്കിയുള്ളവരെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുള്ള. പിന്നെ പലർക്കും ആരൊക്കെ ഉണ്ടെന്ന് എനിക്കും അറിയില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുധികുമാർ. ഞാൻ തൃപ്പൂണിത്തുറയിലെ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ പ്രൊഫസർ ഇൻചാർജ് ആണ്. സാറ് പറഞ്ഞ പോലെ കുറച്ച് എക്സ്പീരിയൻസ്, വളരെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളു. പ്രൊഫസർ ആയിരുന്ന കാലത്തുള്ള എക്സ്പീരിയൻസും പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അപ്പൊ ഇത് ഏതായാലും ഒരു നല്ല പ്ലാറ്റ്ഫോം ആണെന്ന് അറിയാവുന്നതുകൊണ്ട് കമ്പൈൻഡ് ആയിട്ട് 2 കൂട്ടരും കൂടി ചേർന്ന് ചെയ്തു പോകാം. പിന്നെ സാർ പറഞ്ഞ പോലെ നമുക്ക് നമ്പർ കൂടുകയാണെങ്കിൽ ലിമിറ്റ്, ഏതൊക്കെ സ്റ്റഡി വേണം എങ്ങനെയാണെന്നൊക്കെയുള്ള ലിമിറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് അതിൻ്റെ ജസ്റ്റ് ഒരു പ്രസന്റേഷൻ എന്നൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ ഒരു ജേർണൽ ക്ലബിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഷെയർ ചെയ്യാണ്. Hope you can see this. Okay, the School of Public Health, School of Fundamental Research in Ayurveda കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആണ് ജേർണൽ ക്ലബ്. ജേർണൽ ക്ലബിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. സാറിന്റെ സ്ക്രീൻ വന്നില്ല സാർ. സാർ സ്ക്രീൻ ഷെയർ ചെയ്യോ? വന്നില്ല സാർ, ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പൊ കാണുന്നുണ്ടോ സാറേ? ഇല്ല, വന്നില്ല സാർ. എനിക്ക് കാണുന്നില്ല, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. കാണുന്നില്ല. ഇല്ല സർ, വന്നിട്ടില്ല. ഇപ്പൊ കാണാം സർ. ഓക്കെ, I will make it full screen. I think now it is visible. Okay. Yes sir. Yes sir. Then ജേർണൽ ക്ലബ്ബ് സാർ പറഞ്ഞ പോലെ ജസ്റ്റ് സമയം കളയാതെ നമ്മൾ ഇതിലേക്ക് പോകുന്നു. കാരണം 1-2 സ്ലൈഡ് ഞാൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറയണം. കാരണം നമുക്ക് ആർക്കും തന്നെ പരിചയമില്ലാത്തതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണെന്നൊക്കെ ഉള്ളത്. നമ്മൾ PG പഠിക്കുമ്പോഴൊന്നും ഹൗ ടു ടീച്ച് എന്നുള്ളത് പഠിക്കുന്നേ ഇല്ല. അപ്പോൾ ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളജ് ഓർ സ്കിൽസിനെയാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ലാറ്റിൻ വേർഡ് എഡിയേഷ്യോ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ്. എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ടു ബ്രിങ് അപ്പ് ഓർ എഡ്യൂഷോ ഓർ മീൻ ടു ട്രെയിൻ. മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടീച്ചിങ്, ട്രെയിനിങ് ആൻഡ് ഡിസ്കഷൻ. ഹൗ ദിസ് journal club comes into this teaching is that is explaining by the next slides. Formal, that is a structured base of fixed curriculum, that is a campus education. Campus education, that is otherwise it is called a structured because it is a time and space is required. Then particular time and curriculum, based on curriculum, that is doing the campus education. The informal, what you are getting the knowledge from your society or home or workplace. Non-formal, there is a planned structured program to improve the range of skills. There is a non-formal education or otherwise vocational type it is called. Then the learning modalities, we can say it is a visual learning based on the observations.
That also audio visual. Now also is the online thing, that is audio visual one. There is a learning based on the observation. Auditory means the learning based on listening instruction. There is auditory is primarily the class teaching education. That is a teacher, what the teacher is saying or professor is saying, the others are hearing that one. That is listening the instruction. Then the third one is the kinesthetic, that is hands-on training. What is you are getting in the laboratories or another bedside thing that is called the kinesthetic method, hands-on training. Then teaching methods, it can be two. The teacher-centered, there is a low-tech or high-tech, it can be. Low-tech is the direct instruction, what is happening in the schools and colleges. And that is the thing there, the professor is thinking support to be an expert and authority and role model, because the students will try to imitate the teaching the techniques of the professor only. That is because in medical profession particularly, because we are not getting any teaching methods in the PG education. Only thing we are seeing the teaching of others, and we try to imitate or explain to. Then after some years we'll get on by ourselves. We will try to ourselves how to make it successful teaching. Then the flipped classroom, that high tech, that's based on the audio visual one. Then kinesthetic, as I told earlier, that's hands-on. Example, bedside teaching is the example of our medical profession. This is a bedside teaching. You can call it the kinesthetic one. Then student-centered. This also high-tech or low-tech. Student-centered means either the students presenting one topic and assessing, and we are indirectly, the professors are indirectly doing guiding them, the giving instruction, and that is the low-tech. If it is a high-tech, the audio-visual things using the internet and other using, that is a high-tech education. Then that blended learning method, what is going to happen from the next November onwards in our schools. That is online plus classroom, that is hybrid one. Then universal design for learning and expeditionary learning, that is the staying in the one place itself and learning, the expeditionary learning. Then game-based learning, autodidactism, that is a self-learning. There is a Sir Ramanujam is what got some mathematical, the great mathematician from India. There is Ramanujam. He does the autodidactism, which is self-learned one only. Then evidence-based learning, that definitely Raghavan sir will give more light on that one. Then teaching methods, it can be A to Z. That means every letter is having one or two methods. That's audio-based A, book report. That journalism is one among them. Journalism and journal clubs are coming among them. That's why I took these slides. That means this journal club is a teaching method. How the teaching method or learning method, we can say. Then journal club definition, everybody knows that it's a journal club is an educational meeting where a group of people are met regularly to evaluate recent articles in academic literature, and particularly in our sense, it is a scientific literature or medical literature or philosophy. Particularly, we deal with scientific literature and medical literatures. It provides opportunities for training in clinical decision making and gaining critical appraisal skills. There is a best opportunity, because by presenting this one itself, you present after reading the article and making a critical appraisal. You make note of it and you present it to probably the pre-read members who are attending it. They are also read it, the journal article and the pre-read material. They will also have an analysis of critical analysis of it, and we discuss and further making a fruitful discussion. Then journal clubs help in keeping abreast of new knowledge. That means along with the study, we will be new knowledge occurring. Promoting awareness of current research findings. That is the most important thing to our field. Promoting awareness of current research, what is happening in the world of research field. Learning to critique and appraise research. Learning how to make it a critical appraisal and all. And encouraging utilization of research in practice. That means or translation of the research, encouraging the utilization of research in practice. That is translation of research into practice. What is got from the research, it is coming into the directly to the benefit of the patients. Then what is the need of a journal club? To highlight new findings.
because some journals I may read, some journals you may read, and sometimes we will miss because they're very difficult to read almost all the journals because nowadays too much journals are running, and most of us, what is happening, we will be only limited to our specialization things. That only we will look into it. For example, if I will mostly read Ayurveda journals and only, so I may miss almost other multidisciplinary things. I may miss it, but for a researcher, all the multidisciplinary areas has to be covered. But that can be attained through the journal club to teach practitioners how to search for interesting articles, representing the best evidence to inform clinical practice. That is another good thing. To encourage practitioners to read and appraise publications and give them the ability to do so. To make able, the practitioners are made able to read, how to read it and how to assess it, how to critically analyze the article, and what are the important things to be noted. All this we can learn from these things. To encourage practitioners to do applied clinical research and practice them how. There are also translation of this research into practice, knowing the knowledge, getting the knowledge from it, and they will be convinced after reading it and analyzing, they will be convinced, then they can practice, oh, this will be a better way to treat it. That's evidence-based medicine, naturally it will become. To improve debating skills, demonstrate leadership skills and mentorship. Definitely debating in a good manner, debating, that means the points, what you are not simply discouraging others. The point to be, you have to raise the point, what you have to say, not discouraging others or not in a bad way to feel bad to others. That better debate, that skill debating will be more improved, and leadership skills, because as sir told earlier, Rajman sir told earlier, because somebody has to, the organizer slowly, we have to make it organizer and all. Then the leadership skill also will be improved. Objectives of a journal club will be improvement of critic skills, keeping up to date with the recently published literature. That also one benefit. Otherwise, as I told earlier, we may not be able to read all the journals. So then keeping up to date with the recently published literature, knowledge of epidemiology and statistics, that is another good thing. Translating forefront medical literature in practice, maintaining reading habits. This is also is a lost thing, reading habits. Now it is losing the just way we will even read it also. That is e-reading. It is possibly, but better reading and scientific journal club is dedicated meeting where researchers gather to discuss publication from peer-reviewed journals. Meaningful articles only, the impacted journals only, we will do things. Journal club formats vary depending on the preferences for organization. The things will be based on mainly on the research articles, and medical articles will be limited. Online journal clubs organized using virtual meeting platforms and are increasing popularity within the research institutions. Because nowadays the online this one is increasing, and one benefit of this one is even after this meeting also we can make comments and that will reach to us, and we can reply to that also. That if it is a journal club in the if it is in a physical format, the question and answering and queries will be within that time itself. This afterwards also you can make a mail, we can mail it or you can chat it. That will be recorded things will be there, and you can we can reply to that also. Share expensive text and review of literature. That is another benefit. You can't buy all textbooks because it is too much expensive. So you can share the article by chapter. We can discuss one or important things. We can discuss about textbooks, a recently published recent edition, and you can discuss that chapter wise, and that will help in the review of literature. And this actually the history itself saying the sharing the expensive text is the history of journal beginning. See, the William Osler started the first formal journal club for undergraduates at McMaster University in 1825. Before that, also, Dr. James, there is a British surgeon
who started this one in the mid-19th century. But he and his friends only reading in journals in a small room. So it won't become as a journal club. And Dr. Harrison's medicine, he also doing that researchers of his assistants and all new research things to first they read it and critically analyze, then only they going to publish it and the things. That is, but that is not considered as established journal club. But William Osler is starting as an established journal in 1875. He started with the idea of facilitating the distribution of unprotected periodicals, and later evolved it into a book and journals club through our dinner to review the latest medical research. That means after conducting this journal club, their appraisal, clinical appraisal, then it makes into a book, and our dinner and review the latest medical research. The journal club should afford opportunities. After graduating, you never obtain of learning how to prepare and express your ideas correctly. During the PG up to the PG level, you will be having opportunities to raise your doubts or clarify your thinking. After once becoming a teacher, particularly teacher and or a professor, afterwards, very difficult, limited opportunities only. They will be have to limit to themselves, and they appraise it themselves, critically appraise it themselves, and try to understand it, because limited. But these journal clubs will give us also an opportunity to get new knowledge. Then successful how to become a successful journal club, as sir the beginning itself said, schedule the journal at right time. That means this also made at a 7 because interval time and all. Then you can get time to attend in this. And a designated leader should be there. A designated leader may organize the journal club and facilitate the meetings. Starting introductions and announcement and moderate discussion. These are the things. These are one by one we can change it. Then get organized. Set a consistent format that makes sure members are aware of it. Create and share schedules so participants know it's their turn to present. Facilitate them. Provide the refreshments. Develop, that is in the non-virtual things. Develop a communication rhythm to make sure announcements and reminders are reach timely manner. Provide guideline and or a template for presenters. Bring attendance sheets or track member turnouts. That is not compulsory to us. Provide feedback forms. This one important. Provide feedback form to the audience to help identify areas for improvement. Then pre-read papers. Encourage pre-reading or even make it mandatory. That will be better because we have conducted earlier in an Ayurvedic circle that is a pre-read. We will give it at least 7 days before we will give the next week. It is going to be like that. Then almost all or out of 10, at least 8 will read it one. Or we can make it another way. Designate 1 or 2 individuals in addition to the presenter to thoroughly pre-read the paper each week. The pre-reader is asked to help the presenter discussion by asking questions. Then meaningful question or specific questions will rise. Otherwise, unwanted questions we can raise, we will lose the time. The specific questions we can ask. Can set a schedule to know their turn to pre-read. Choose relevant papers. Papers discussed should be not on topics relevant to the participants, the most areas, research areas, so that they remain interested. Make engaging presentation. Suggest a list of presentation content and best practice. Share why that paper was chosen or why the paper is important to discuss. That means you have to substantiate that. While the presentation slide, I will show it. Summarize only the key points on the paper. Create simple visual presentation of complex ideas, pathways, or techniques to audience understand the information. Make your slides easier to read by avoiding having too much text in small fonts. That is natural things only. But this is a more because I have to reduce these things.
Include one's thoughts and opinions of all aspects on the paper to initiate discussion. What were the strength and weakness? What questions arise when reading it? Then how to do high quality research. How to critically analyze research data. How to understand the finer points of surgical technique, how to avoid research, and these things will be taught by this, that is considered as the merits of journal club. Improves reading habits by enabling critical thinking, meta-questioning, and meta-thinking. So that means you have to question once again and repeat the question, and then there is meta-questioning and meta-thinking. It facilitates acquisition of new skills. It induces scientific temperament by promoting questioning attitude, make the members to be more skeptical of the other's conclusion. It improves knowledge of clinical epidemiology and biostatics. In summary, a journal club increases the teaching modality and increase exposure and help inform the clinical practice. They facilitate better knowledge and literature awareness through group discussion with peers. They provide a unique opportunity to promote interest in research by learning from experts about knowledge gaps and future research questions. In a well-run journal club, participants engage in lively discussions while critically and honestly evaluating a study's strength and weakness. They take away insights on what to do and what not to do in their own work. They feel inspired by new findings and walk away with ideas for their own research. This is in summary of this. Next topic is the how to prepare and present a journal. Shall I continue, sir? Choosing the journal club articles. Sir, continue that. Sir, continue that. Yeah. This is how to prepare and present a journal club. Sir, continue. എവിടേക്ക് എവിടെയൊന്നും എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഇന്ററാക്ഷൻ അവർക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. എന്തെങ്കിലും നമുക്കൊരു ചെറിയൊരു കാരണം സാർ ഒരു സെഷൻ പ്രസന്റ് ചെയ്ത് അപ്പൊ ഇനി എന്തെങ്കിലും ഇന്ററാക്ഷനോട് കൊടുത്താൽ നല്ലത്. അതോ അവസാനം afterwards also they can have it because of the limited number only, sir. Or anyhow, the first part, what I told you already, one chat box, one is raised. Already only 49 participants only. So it's a small group only, sir. Choosing the journal club articles. Article from the grant support. First of all, look at the bottom of the first page or the end note of the paper for support from prestigious organizations such as ICMR or NIH, National Health of NIH, then Hyderabad. Dates of submission and acceptance. If the gap is small, this is a good paper, which we can consider that is a good paper because it obtained the nod of the reviewers and got accepted without revisions. So say received in August and published in September means that is a good thing. That is the gap is small. So that paper reviewed without revision is accepted. Then choosing the journal club articles, choose a good journal with very high rejection rate. That means very difficult to publish an article. For example, the New England Journal of Medicine has a rejection rate of over 90%. Thus, the scientific merit of this exhibits the merit of the scientific merit of this one. That means that much relevant and that much content of the paper and methodology are correctly, they will accept it. And PRS, that is plastic reconstructive surgery journals, or JPRS or IJPS in the Journal of Pharmaceutical Science have all high rejection rates and usually have good papers. Then look at the name of the institution. Good papers tend to come from good institution where the publisher, that good institutions that they do, because Oxford University or some major Maclean University of Canada, and that is from there they do not let substandard things to go out of peer review. It is less likely that good hard science will come from unknown institution. Look at the author's name. Good authors are conscious about their reputation and do not lend their name to reduce in substandard research, because that's selecting the author, well-known, well-famous authors, articles of well-known authors, we can select that one. Then you think the abstract itself, that everybody knows what is abstract containing and other thing. Then think the introduction should be able to convey the research question while reading these things, or the objective or
hypothesis and all. Material method should be vivid and reproducible and clear. Control group should be clearly studied. Observation should be stated in unbiased manner, and no attempt should be interrupt in the results. Statistics should be to state the obvious and not confuse the read. Appropriate power calculation should ensure that a given study group size is statistically appropriate. This, of course, while in the thesis itself we are learning. Discussion vital for the journal club because it usually provides folder for discussion. Then experimental article should be scrutinized for their experimental design and failings. Then presentation. This is what the said about is the what to prepare for the article. Then how it present. Presentation in a journal club. Presentation should be concise because it should be should not be elaborate and too much descriptive. It should be concise. Review the article in one's own words in 5 minutes. Summarize the research question, the method, the result, and the conclusion. Do not lavishly read through the article. Then the things, guidelines, that is introduction, short review, presenting and evaluating data from the research article, briefly outlined experimental design for the paper, use the key figures from the paper, how the data support the conclusion, and finally conclude it. For example, while presenting, the title of the article has to be said. Then author and place of work has to be named. From the author or others, we can place of work and the place of work, which institution, from the which institution. Then introduction and the other next part it will come. Introduction. Substantiate the choice of article. Why I selected this article? Any uniqueness of this article, or is it a first time coming of that kind? A study presently COVID conditions, COVID articles will be read more because that also differs that the vaccination things, vaccine, several type of vaccination, that type of thing, because there is a fresh thing and it is encouraging to them. Then what was the clinical question that they leave? To before selection, why I selected the clinical question has to which question? In COVID, we can say in pandemic things and whatever new coming, we want to express and we want to disseminate that things to the others also. Then you well-known or well-famous author, we have to select. Circulation of the journal, how far it is circulated, because highly specialized areas of surgery and all that, then the circulation will be limited. For example, Lancet and other British Medical Journal, and that things will be circulation will be more because all maybe read that things. In the highly specialized articles, very few only circulated. And journal impact, of course, that is based on the citations and the previous 2 years citations and number of articles published, and that is calculations, but it will be written in it, journal impact. Then readership of the journal. That is, if it is a single, the multidisciplinary journals will be read by more readership will be there because some technologists will read it, some engineers will read it, some because all the articles coming together mean sometimes there will medical article will be there, there will be engineering articles will be there. So naturally, when we read that our article and we will then go to other article, how they wrote and to know that also. But that readership of the journal will be more in multidisciplinary things. Then hypothesis, summarize the research question. That is a Picot formula. That is, of course, you may be knowing population of sample selected is correct or not. Intervention, where is correctly intervention. Comparison, whether the control group is there or not. And actually, the control group is an actual control group itself. Because sometimes we previous the things are take it as a control group, and then that control group we can critically analyze that one. Then outcome tools used in the study, outcome measurement tools used, whether that a baseline study and outcome measures tools used in the study is correct, apt, and all we can and appreciate this also and critically analyze that also. Then time, the duration of the study also we have to that they can think. Then evidence base. What is the information in the paper? That because you are reading in a journal club, but what you have to convey, what is the conveying information or message
convey what is the information in that paper? What is the conveyance in that particular? Is the hypothesis correct? Is the research question is important or relevant? Important or relevant? We can then, what are the contribution of the study? The study, because whether it is coming into practice, whether it will be better. What are the contributions? These are the evidence of the articles. And study designs, of course, everybody knows it. Type of study, which one we can have to say, descriptive, cross-sectional, cohort, post-experimental, RCT and all. Then level of evidence given. Evidence also, that chart you have to think about it, and the level of evidence can 1 plus or 1 or 2, or the level of evidence you can think. And study population, you can sample size and all, you can think about it. And can the study be generalized? Particularly some studies, there is a demerit of RCT. That's a controlled condition that is. We can, if a single study, we cannot generalize that things. And randomization, whether it's randomized or not, whether and what are the technique of randomization used and bias. Is there any bias? Is there a notable bias? You can then you can critically analyze the inclusion and exclusion criteria for clinical studies, particularly inclusion and exclusion criteria. You have to then analyze of the methodology, the methods and correct for follow-up. What outcome measures used? Are they appropriate? Statistical tools adopted, whether it is apt one instead of t-test or paired t-test or ANOVA, they have to use, or chi-square. That statistical tools adopted, whether it's correct or you can analyze it. Then a result, is it clearly stated? The results part, is it clearly stated? Whether achieved the objective, are the results significant? These three the main things you can critically analyze. Then discussion and what is the strength of the study, weakness of the study. Both things you have to, while presenting, you have to present. That is the strength of the study. This is the weakness of the study. And are the results consistent? Limitations of the study. What you got, your impression of the limitation. Naturally, I will say the limitations of the study, article itself it is saying. But after, what is your feeling? Your say limitations and or what is clinical context for that one? In concluding, know the background of the material. Before presentation, you have to know the background of material. In a particular research, suppose if it is an Ayurvedic research in the field of the pharmaceuticals, I have to know what pharmaceutical research techniques and other things before presentation itself. Then only I can answer the questions arised by the members. So know the background of the material or article material you have to know. Then presentation must be concise. That is, I told earlier, that's the concluding sentence. Once I am repeating, must be concise. It won't be too brief. Simplify the unfamiliar concept, because almost particularly in this type of members attending, some concept will be unfamiliar to somebody. So simplify the unfamiliar, not make it too much thing. Unfamiliar, then try to simplify the unfamiliar concepts. And ask question yourself before presentation. Before presentation, you have to answer yourself what questions can be asked by others. Then we will prepare for the questions, and that also specific questions. We have to be very specific about the result. Significance, we can thinking at the significance we have to think about, or the statistical method, that also you have to be we have to ask ourselves the questions whether this is correct or not while before presenting itself. Of course, thank you all, sir, for question. Any doubt, I am ready to answer it. Or as decided by Rajmohan sir, or after his presentation also, we can have it. Because only 2 chats are available. How about the legal issue for choice of standard article or research? It is an open access things. You can articles you can present it. I think about all the presentation only. I am dealing with the one. You have to substandard choice a substandard article for reason. Substandard article better not to choose it. You yourself feel it is substandard, then what is the need of selecting that one?
Okay, sir. Sir, you can have it. Sir, please. I shall. Can I start the sharing the screen? Yes, sir. You can have it. Okay. Thank you. Do you have any? വന്നോ? വന്നു സർ. വന്നോ? Not, sir. വന്നില്ലേ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തു. അല്ല, ഷെയർ ചെയ്തോണ്ടിരിക്കുക സർ. ഓപ്പൺ ആവുന്നു. എന്തോ വന്നില്ലേ? ഇതുവരെ വന്നില്ലേ? സർ, ഡെസ്ക്ടോപ്പ് വ്യൂ ആണ് വന്നിരിക്കുന്നത്. ഡെസ്ക്ടോപ്പ് വന്നിരിക്കുന്നത് അല്ലേ? വന്നിട്ടുണ്ടോ? ഇല്ല സർ, സ്റ്റിൽ ഡെസ്ക്ടോപ്പ്. ഇല്ല സർ. ഇനി എനിക്ക് എന്താണ് നടക്കുന്നത് എനിക്ക് ഷെയർ എൻറ്റയർ സ്ക്രീൻ കൊടുക്കും സാർ. വിൻഡോ അല്ല. ഇപ്പൊ വന്നു. വന്നു സർ. വന്നു സർ. ഓക്കെ, താങ്ക് യു. പക്ഷെ ഫസ്റ്റ് സ്ലൈഡ് അല്ലെന്ന് തോന്നുന്നു സർ. ഫസ്റ്റ് സ്ലൈഡ് അല്ലെന്ന് തോന്നുന്നു. ഫസ്റ്റ് സ്ലൈഡ് അല്ലേ? വന്നു. അപ്പൊ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ തിരക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഈ എവിഡൻസ് ബേസ്ഡ് ജേണൽ ക്ലബ് എന്നുള്ളത്? ജേണൽ ക്ലബിനെ പറ്റി എന്താണെന്നുള്ളത് സാർ പറഞ്ഞു. ഞാൻ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ മാക്സിമം, ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ജേണൽ ക്ലബ് ആർക്കാ ശരിക്കും അത് നടത്തേണ്ട ആരുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴും നടത്തേണ്ടത് HOD-യുടെ ഒരു ആവശ്യമായിട്ടാണ് വരുന്നത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട AP അല്ലെങ്കിൽ അസ്ട്രോയുടെ തലയിലോട്ട് HOD വെച്ചു കൊടുക്കും. പിന്നെ ആ AP-യുടെ ജോലിയാവും അത് നടത്തുന്നത്. പലപ്പോഴും നമ്മുടെ സാധാരണ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്ഥിതിയാണത്. ഇപ്പം പിന്നെ MCA ഇതൊക്കെ മസ്റ്റ് ആണൊക്കെ ആക്കിയിട്ടുണ്ട്. പോലും രണ്ടൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ജേണൽ ക്ലബ്ബ് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ആർക്കാ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവേണ്ടത് സ്റ്റുഡൻസിനും പാർട്ടിസിപ്പൻസിനുമാണ്. പക്ഷെ അവരത് പലപ്പോഴും മനസ്സിലാക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല് എപ്പോഴും റീഡിങ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ തിങ് ആണ്. നമ്മളാണെങ്കിലും നമ്മളും റീഡിങ് സമാധാനമായിട്ട് നമ്മൾ വായിക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ റീഡിങ് ഈസ് ആൾവേസ് എ പേഴ്സൺ ദാറ്റ് വി ഹാവ് ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. Reading is a personal thing. Learning also to a certain extent is a personal thing. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് ലേണിംഗ്, സാറ് പറഞ്ഞില്ലേ ബ്ലണ്ടഡ് ലേണിംഗ് എന്നൊക്കെ. ഇപ്പം ഓൺലൈൻ ലേണിങ്ങിന് ഒരുപാട് ഹാൻഡിക്യാപ്പുകളുണ്ട്. പ്രധാനപ്പെട്ട ഹാൻഡിക്യാപ്പ് എങ്ങനെയൊക്കെയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വൺ വേ എന്നുള്ളത്. എത്രയൊക്കെ ഗാഡ്ജറ്റുകൾ നല്ലപോലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഇപ്പൊ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നു, പല പല കാര്യങ്ങളിൽ പുതിയ ഒരുപാട് അഡീഷണാലിറ്റീസ് ഉണ്ട്. ആ അഡീഷണാലിറ്റീസ് ഒക്കെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പോലും എന്തൊക്കെയാണെങ്കിലും ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോ പലപ്പോഴും ലേണിംഗ് ഒരു വ്യക്തിപരമായ ഒരു എഫർട്ട് ആയതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾക്ക് അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചില പിള്ളേർ പറയുന്ന കേട്ടില്ലേ, ഞങ്ങൾ ഒരു ക്ലാസ്സിലും, സാറ് നല്ല സാറൊക്കെ ആയിരുന്നു, പക്ഷെ ഞങ്ങൾ ഒരു ക്ലാസ്സിലും മുമ്പിൽ പോയിരിക്കത്തില്ല, താമസിച്ചാൽ ചെല്ലും. എന്താണ് ഞങ്ങൾ താമസിച്ച് വരുമ്പോൾ ഞങ്ങളെ എഴുതിച്ച് നിർത്തും, ഞങ്ങളെ പുറകെ പിടിച്ചിരുത്തും. പക്ഷെ അവസാനം പരീക്ഷയ്ക്ക് മാർക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല മാർക്കായിരുന്നു. അപ്പൊ സാറിന് ഞങ്ങളോടുള്ള സ്നേഹം കൂടി എന്നൊക്കെ പറയും. കാരണം പഠിക്കേണ്ട, ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കേണ്ട സമയത്ത് വാങ്ങാതിരിക്കാനൊക്കെ നടന്നു, പക്ഷെ വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ചു. അതാണ് ഈ പേഴ്സണൽ ലേണിംഗ് ആൻഡ് റീഡിങ് ആർ പേഴ്സണൽ തിങ്സ്. അപ്പൊ പലപ്പോഴും നമ്മൾ ഒരു റീഡിങ് പരീക്ഷ സിസ്റ്റം എന്ന് പറയുന്നത് നോളജ് ഓറിയന്റഡ് ആണ്. അപ്പൊ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കാസർഗോഡൊക്കെ അടിച്ചു കളയും നിങ്ങളെ. ആരൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊണ്ടുണ്ട്, ഈ മറ്റു അഭ്യാസങ്ങൾ നടക്കുന്നുമില്ല. ദയവേത് എല്ലാവരും മ്യൂട്ട് ചെയ്യുക. അതിൽ ചിലരുടെ ഐഡന്റിറ്റി എന്താണെന്നും അറിയുന്നില്ല. അത് ചിലർ ഈ ഒപ്പോ എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുക.
എനിവേ, അപ്പോ ദയവായി ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യുക. അപ്പോൾ വൈ എവിഡൻസ് എന്താണ് ഈ എവിഡൻസ് ബേസ്ഡ് ജേണൽ ക്ലബ് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ കൺസേൺ. എവിഡൻസ് ബേസ്ഡ് ജേണൽ ക്ലബ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ക്ലിനിക്കൽ എപ്പിഡമിയോളജി, ക്ലിനിക്കൽ പ്രാക്ടീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കൺഷ്യസിയസ് ആൻഡ് ജുഡീഷ്യസ് യൂസ് ഓഫ് ബെസ്റ്റ് റിസർച്ച് എവിഡൻസ് in the perspective of the patients, integrating the experience of that practitioner. അപ്പൊ 3 കാര്യങ്ങളാണ്, 3 വട്ടങ്ങളാണ്. ഒരു വെൻഡായിട്ട് സാക്കറ്റ് 3 വട്ടങ്ങളുണ്ട്. അത് കോപ്പിറൈറ്റ് ഉള്ള എടുത്തുകൊണ്ട് ഞാനിത് എടുത്തില്ല. ഒന്ന്, റിസർച്ച് ബെസ്റ്റ് റിസർച്ച് എവിഡൻസ്. 2, അവൈലബിൾ ബെസ്റ്റ് റിസർച്ച് എവിഡൻസ്, അവൈലബിൾ ആയി എടുക്കാൻ പറ്റത്തുള്ളൂ. 2, ആ ഫിസിഷ്യന്റെ എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിഷ്യന്റെ ഇൻഡിവിജ്വൽ ഫിസിഷ്യൻസ് എക്സ്പീരിയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 3 എന്ന് പറയുന്നത് പേഷ്യന്റ് പെർസ്പെക്റ്റീവ്. കാരണം നമ്മൾ ഇറ്റ് ഈസ് ആഫ്റ്റർ ആൾ ഫോർ ദ പേഷ്യൻസ്. ഇപ്പൊ ഇതെല്ലാം പേഷ്യന്റ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് കംപ്ലീറ്റ്. ഇപ്പൊ പേഷ്യന്റ് എക്സ്പീരിയൻസ്, പെർസ്പെക്റ്റീവ്, ഇത് 3ഉം കൂടെ ബ്ലെൻഡ് ചെയ്തുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ്. അതിൽ ഈ റിസർച്ച് എവിഡൻസ് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു റാൻഡമൈസ് കൺട്രോൾ ട്രയലിന്റെ എവിഡൻസ് ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം പക്ഷേ അത് പറയട്ടെ, ഒബ്സർവേഷണൽ റിസർച്ച് ആൾസോ ഈസ് ഈക്വലി സ്ട്രോങ്ങർ ടു പ്രൊഡ്യൂസ് എവിഡൻസ്. അപ്പൊ ഇതിലെല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആണ്. അതാണ് കമ്പാരിറ്റീവ് എഫക്റ്റീവ്നെസ് റിസർച്ച് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട് നമ്മൾ പോകുന്നത്, മെത്തഡോളജി. അപ്പൊ എവിഡൻസ് മെഡിസിൻ it can be considered as a support tool for rational clinical practice and improved quality and efficiency of health care. Evidence based medicine is the only way. കാരണം നമ്മൾ എന്തായാലും ഒരു ചികിത്സ നടത്തുമ്പോൾ ബെസ്റ്റ് എവിഡൻസ് കിട്ടുക എന്നുള്ളത് ഒരു ന്യായമായ അവകാശമാണ് പേഷ്യന്റിന്റെ. നമ്മളെ സംബന്ധിച്ച് ക്രെഡിബിളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കാനുള്ള നമ്മളുടെ ഒരു ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് രണ്ടും കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ഈസി. കാരണം നമ്മളെപ്പോഴും അതിന് നമ്മൾ ഒരു ഇപ്പം പക്ഷേ ഈ ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ അവൈലബിൾ ആയപ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് ഒക്കെ എടുക്കും. സിസ്റ്റമാറ്റിക് റിവ്യൂസ് ഓരോ സബ്ജക്റ്റ് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ it is easy, it is being easier. So because it is becoming easier, it is becoming popular and more acceptable. And also the managed care system എന്ന് പറഞ്ഞാൽ അറിയാം, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇൻഷുറൻസ് സെറ്റിംഗ് ഒരു 30 മാനേജ്മെന്റ് വരും. ഫിസിഷ്യൻ ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്. ഫിസിഷ്യന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ മാനേജ് ചെയ്യാൻ അഡ്മിനിസ്ട്രേറ്റർ എങ്കിലും ഇതിന് രണ്ടിനും പുറമെ ഇൻഷുറൻസ് ഇൻഡസ്ട്രി സ്പോൺസർ ചെയ്യുമ്പോഴത്തേക്ക് ഫണ്ടിങ് കൊടുക്കുമ്പോൾ അത് ക്യാഷ്ലെസ് സിസ്റ്റം ആയിരിക്കും എപ്പോഴും പൈസ കൊടുക്കുന്നത്. അത് സോഷ്യൽ ഇൻഷുറൻസ് ആയാലും മെഡിക്കലാണെങ്കിൽ മെഡിക്കെയ്ഡും മെഡിക്കെയറും സോഷ്യൽ ഇൻഷുറൻസ് സിസ്റ്റമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്, ഗവൺമെന്റ് സ്പോൺസേർഡ് ഇൻഷുറൻസ് സിസ്റ്റംസ്. നമ്മളെ പോലെ പാവപ്പെട്ട രാജ്യങ്ങളിൽ, പാവപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് ആത്മാഭിമാനത്തിന് ഗുണപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മളെ പോലുള്ളവരുടെ രാജ്യത്തിൽ കൂടുതലും നമുക്ക് സോഷ്യൽ ഇൻഷുറൻസ് ആണ്, ഗവൺമെന്റ് സ്പോൺസർ. നമുക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള സിസ്റ്റത്തില് ഏത് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും ഒരു തേർഡ് പാർട്ടി സ്റ്റിവാർഡ്ഷിപ്പ് ആവശ്യമാണ്. സ്റ്റിവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മേൽനോട്ടം. അപ്പൊ അവർ ആൾറെഡി എല്ലാം ഒരുപാട് സിസ്റ്റംസ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ. ഇപ്പൊ ഉദാഹരണമായിട്ട് അവര് പ്രോസ്പെക്റ്റീവ് പേയ്മെന്റ് സിസ്റ്റം PPS എന്ന് പറയുന്നത് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റിലേറ്റീവ് വാല്യൂ സ്കെയിൽ RVRS എന്ന് പറയുന്നത് റിലേറ്റീവ് വാല്യൂ ബേസ്ഡ് സിസ്റ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ അഡ്മിഷൻ വേണം, എത്ര രൂപ കൊടുക്കാം, ഫ്ലാറ്റ് റേറ്റുകളുണ്ട്. ഇത് ഒരു ഇൻഷുറൻസ് സിസ്റ്റം. അപ്പൊ അതിനോട് സപ്പോർട്ടീവ് ആയിട്ട് എവിടെ യൂസ് ഓഫ് സിസ്റ്റമാറ്റിക് റിവ്യൂസ്, ഗൈഡ് ലൈൻസ്, അതൊക്കെ ഒരു ക്വാളിറ്റി ആസ്പെക്റ്റും കൂടെ ആണ്. അപ്പോ ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ സപ്പോർട്ട് ടൂൾ ആസ് വെൽ ആസ് എ efficiency matter and quality issue in healthcare. Then synthesizing best available evidence is through critical appraisal of published literature. Journal Club organized this principle on evidence based journal club. എന്താണ് evidence based journal club എന്ന് പറയാം? ഒരു structured journal club which would be critical എങ്കിലും critical appraisal system ആണ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അപ്പൊ ക്രിട്ടിക്കൽ അപ്രൈസൽ സിസ്റ്റം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റത്തിൽ, സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്ട്രക്ചേർഡ് അബ്സ്ട്രാക്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തോന്നിയ രീതിയിലല്ല അതിന്റെ സ്ട്രക്ചർ. ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, അതിന് നമ്മൾ പല ടെംപ്ലേറ്റുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ഒരു ടെംപ്ലേറ്റ്, കേസ് കൺട്രോളിന് ഒരു ടെംപ്ലേറ്റ്, അങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കും.
learn to interpret findings. Evidence-based journal club എന്ന് പറഞ്ഞാൽ it learn to interpret findings present in the medical literature after critical appraisal and learn about activities for the users of research. Learn about research method. അപ്പോൾ ഒരു മെത്തഡോളജി മറ്റ് ജേർണൽ ക്ലബ് പ്രസന്റേഷൻ പോലെ അല്ല മെത്തഡോളജി. മെത്തഡോളജിയിൽ കുറച്ചുകൂടെ റിഗർ ഉണ്ട്. നമ്മൾ മെത്തഡോളജിക്കൂടെ കുറച്ചുകൂടെ മൈൻഡ്ഫുൾനെസ് വേണം. നമുക്ക് വെറുതെ അങ്ങനെ കാഷ്വലായിട്ട് നമ്മളെല്ലാം ക്ലിനീഷ്യൻസ് നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ പാരാസെറ്റമോളിന്റെ യൂസിനെ പറ്റി നമ്മൾ ഇനിയിപ്പോ എന്തോ പഠിക്കാനും നമ്മൾ വിചാരമാണ്. പക്ഷെ പാരാസെറ്റമോളിന്റെ അനാഫൈലാക്സ് വന്നാൽ എത്ര പെർസെന്റേജ് ഉണ്ട്, എത്ര ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോ ക്ലിനീഷ്യനെ സംബന്ധിച്ച് പഠിച്ചാലും തീരത്തില്ലെങ്കിൽ പോലും പക്ഷെ അവർക്ക് മിക്കവാറും എല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ മെത്തഡോളജി അതല്ല. മെത്തഡോളജി ഓരോന്നും ഒരു മെത്തഡോളജിക്കലി ചലഞ്ചിങ് ആണ്. അപ്പൊ മെത്തഡോളജിക്കൽ എവിഡൻസ് ബേസ്ഡ് ജേർണൽ ക്ലബിന്റെ കുറച്ചുകൂടെ കൂടുതലാണ്. ആൻഡ് ഫെമിലിയർ വിത്ത് ന്യൂവർ മെത്തഡോളജിക്കൽ ഇഷ്യൂസ് ബോത്ത് ആൻഡ് there are certain fringe benefits, social relations, സാർ പറഞ്ഞ പോലെ ചായ കുടി. ആദ്യം ആക്ച്വലി വില്യം ഓസ്ലറുടെ ജേർണൽ ക്ലബിൽ പോലും പ്രൊവൈഡിങ് ടീ ആൻഡ് സ്നാക്സ് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് അത് നടക്കുന്നില്ല. ആൻഡ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മുടെ PGസിന്റെയും പ്രസന്ററുടെ ഒക്കെ ലീഡർഷിപ്പ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. അങ്ങനെയുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സും ഉണ്ട്. സോ critical appraisal, what is critical? Critical appraisal is the method of the process of examining research evidence to assess its validity. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആ ആർട്ടിക്കിളിനെ യൂഷ്വലി പബ്ലിഷ് റിസർച്ച് ആർട്ടിക്കിളാണ്, പെയർ റിവ്യൂ കഴിഞ്ഞതായിരിക്കും. പബ്ലിഷ് റിസർച്ച് ആർട്ടിക്കിളിനെ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. അതിൽ നമ്മൾ പ്രധാന മെത്തഡോളജിക്കൽ ഇഷ്യൂസ് ആണ് നോക്കുന്നത്. സാർ ഒറ്റ വാക്കിൽ പറഞ്ഞു സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ കൺക്ലൂഷൻസ്. ആ സ്ട്രെങ്ത് ഓഫ് ദ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനിങ് ഉണ്ട് അതിന്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന വാലിഡിറ്റിയാണ്. വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഇന്റേണൽ വാലിഡിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്. ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ആ ഗിവൺ നമ്മൾ ഉണ്ടാക്കിയ കളക്റ്റഡ് ഡേറ്റയെ ബേസ് നമ്മൾ എന്ത് കൺക്ലൂഷൻ നടത്തുന്നു. ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ബയാസ്, കൺഫൗണ്ടേഴ്സ്, മിസ്ക്ലാസിഫിക്കേഷൻസ്, ഇതാണ് മെഷർമെന്റ് എറേഴ്സ്. ഈ മെഷർമെന്റ് എറേഴ്സ് ഒന്നും എല്ലാം ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. പക്ഷെ എങ്ങനെ നമ്മൾ മെഷർമെന്റ് എറേഴ്സ് സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? സക്സസ്ഫുള്ളി, കാരണം ഏത് സ്റ്റഡി വന്നാലും ട്രൂത്തും ഉണ്ട്, അതിന്റെ കൂടെ എററും ഉണ്ട്. നമ്മൾ സാധാരണ സിഗ്നൽ ആൻഡ് നോയിസ് എന്ന് പറയും. സിഗ്നൽ എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, എറർ എന്ന് പറയുന്നത് നോയിസ്. ഈ എറർ തന്നെ പല എററുണ്ട്. എക്സ്പ്ലെയിനബിൾ എറർ ഉണ്ട്, അൺഎക്സ്പ്ലെയിൻ എറർ ഉണ്ട്. നമ്മൾ റാൻഡം എറർ, സിസ്റ്റമാറ്റിക് എറർ എന്നൊക്കെ പറയും. അപ്പൊ ഈ എറർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എറർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കുറയാണ്. അതാണ് ഈ ബയാസ്, കൺഫൗണ്ടർ, മിസ്ക്ലാസിഫിക്കേഷൻസ് എന്നൊക്കെ പറയും. അപ്പൊ ഇതിനെയൊക്കെ ഒരു റിസർച്ചർ ഓണസ്റ്റ് ആയിട്ടും മെത്തഡോളജിക്കലി പ്രോപ്പർ ആയിട്ടും ഹാൻഡിൽ ചെയ്താൽ ആ റിസർച്ചറെ മറ്റുള്ളവർ വിശ്വസിക്കും. അതാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞതാണ് ആ മെത്തഡോളജിയുടെ ക്രക്സ്, അത് ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ. ആ നമ്മൾ പറയുന്ന റിസർച്ചറെ വിശ്വസിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ വിശ്വസിക്കുമ്പോൾ ആ റിസർച്ചറെ നമ്മൾ വിശ്വസിക്കുന്നു, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ആ വിശ്വാസം എത്രമാത്രം പ്രിസൈസ് ആയിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്, എത്ര ഫോക്കസ്ഡ് ആയിട്ട്, എത്ര പ്രിസൈസ് ആയിട്ട്, എത്ര സൂക്ഷ്മമായി, എത്ര കൃത്യമായി അയാൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം ശരി, സത്യമാണ്. പക്ഷെ എത്ര കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. ആ കൃത്യത അല്ലെങ്കിൽ പ്രിസിഷൻ എന്ന് പറയുന്നതാണ് ഇഷ്യൂ ഓഫ് നമ്പേഴ്സ്. അതിനാണ് നമ്മൾ സാമ്പിൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നമ്മൾ പവർ, അത് ആൽഫ എറർ, ബീറ്റ എറർ എന്നൊക്കെ പറയുന്നതൊക്കെ അതുമായിട്ട് ബന്ധമായിട്ട് വേരിയബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോ ഈ ഇഷ്യൂ ഓഫ് ജനറലൈസബിലിറ്റി എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ റിസൾട്ട്സ് നമ്മൾ പുറം ലോകത്തേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷനിലേക്ക്, പുറം ലോകം എന്ന് പറയുന്നത് മുഴുവൻ ആൾക്കാരിലേക്ക് നമ്മൾ ഇത് എടുക്കാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷനിലേക്ക്, സ്റ്റഡി റിസൾട്ട് നമ്മുടെ സാമ്പിളിൽ നിന്ന് ടാർഗറ്റ് പോപ്പുലേഷനിലേക്ക് എത്രമാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കും, അത് ഒരുപാട് ഫാക്ടറി ആസ്പദമായിരിക്കുകയാണ്. ഇവിടെ കൺഫൗണ്ടറും ബയാസും ഒന്നും അല്ല ഇഷ്യൂ. ഇവിടുത്തെ ഇഷ്യൂ ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയൻ എന്നൊക്കെ പറയുന്നതാണ്. നമ്മൾ എത്ര കൃത്യമായിട്ട് ടാർഗറ്റ് പോപ്പുലേഷനെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ സാമ്പിളിനെ എടുത്തു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി അഥവാ ജനറലൈസബിലിറ്റി തീരുമാനിക്കും. അപ്പൊ ഈ ഇന്റേണൽ വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റിയും പ്രിസിഷനും, ഈ മൂന്ന് മെത്തഡോളജിക്കൽ ഇഷ്യൂസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ സാമ്പിൾ സൈസ് നോക്കും, ചെയ്ത സാമ്പിൾ സൈസ് കറക്റ്റ് ആണോ? ഇതിനകത്തൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്താണ്? പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുറെ അസംഷൻസ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സയൻസ് ആണ്, പക്ഷെ അത് കുറെ അസംഷനെ ബേസ് ചെയ്ത്, ഇപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, ഡേറ്റ മെഷർമെന്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? കണ്ടിന്യൂസ് സ്കെയിലാണോ, ഇന്റർവെൽ സ്കെയിലാണോ? അപ്പോ ഈ എടുത്തേക്കുന്ന സ്കെയിൽ അനുസരിച്ചിരിക്കും അതിന്റെ മെഷർമെന്റ് പ്രോപ്പർട്ടീസ്.
ആ പ്രോപ്പർട്ടീസ് അനുസരിച്ചിരിക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യാനുള്ള സ്പെസിഫിക് മെത്തഡോളജി ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഓഫ് ചോയ്സ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെത്തഡോളജിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ മെത്തഡോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ ജനറൽ ക്ലാസ് എപ്പോഴും എഫക്റ്റീവ് അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ആവത്തുള്ളൂ. നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ യങ് ഫാക്കൽറ്റിയും അവർക്ക് നമ്മളെക്കാട്ടിലും ജിജ്ഞാസയും നമ്മളെക്കാട്ടിലും ഫ്രഷ് ആയിട്ടുള്ള ബ്രെയിനും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഇത്തരം കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവർക്ക് സിമ്പിൾ ആയിട്ട് രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ജേണൽ ക്ലബ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും പഠിച്ച ജേണൽ ക്ലബ്. പിന്നെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ വിചാരം മുഴുവൻ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് കേസ് കൺട്രോൾ സ്റ്റഡീസിനെ പറ്റി ക്ലാസ്സുകൾ കേട്ടിരിക്കുന്നു. പക്ഷെ പ്രോസ്പെക്റ്റീവ് കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് ജേണൽ ക്ലബിൽ നിന്നാണ്. ഒരു ജേണൽ ക്ലബ് പ്രസന്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ പ്രോസ്പെക്റ്റീവ് കേസ് കൺട്രോൾ സ്റ്റഡി പുസ്തകങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, അയാൾ പ്രസന്റ് ചെയ്തു. അപ്പോഴാണ് പ്രോസ്പെക്റ്റീവ് കേസ് കൺട്രോൾ സ്റ്റഡി എന്നൊരു കാര്യം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ പ്രോസ്പെക്റ്റീവ് കൺട്രോൾ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി പോയി വായിച്ചു. കാരണം എല്ലാം ഇപ്പൊ ഇന്റർനെറ്റിലാണ്. ഇന്റർനെറ്റ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഫോർ അസ്. എല്ലാം അവൈലബിൾ ആണ്. എന്ത് വേണോ നമുക്ക് ആ വാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോ ഇൻസിഡന്റ് ഡെൻസിറ്റി സാമ്പിളിംഗ് ആണ് അതിലെടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇത്രയും പ്രായത്തിൽ പോലും ഞാൻ പോലും ജേണൽ ക്ലബിൽ നിന്ന് പഠിച്ചു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ജേണൽ ക്ലബ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലരും ഇവിടെ ഉണ്ട്. അവരൊക്കെ ജേണൽ ക്ലബ് എന്റെ ഈ വാചകം കഴിക്കാൻ മാത്രമല്ല, ജേണൽ ക്ലബ് ആയതുകൊണ്ടാണ് ഇതിന് വന്നത്. അപ്പോ ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ മെത്തേഡ് ഓഫ് പ്ലാറ്റ്ഫോം ഫോർ ലേണിംഗ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നമ്മുടെ യങ്ങർ ജനറേഷനിലേക്ക് ഇതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂസ് എത്രമാത്രം നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവര് പലപ്പോഴും തമാശയായിട്ടാണ് പിള്ളേർ എടുക്കുന്നത്. അതുപോലെ അല്ലെ HOD പറഞ്ഞത് മാത്രം വരുന്നു, അതുപോലെ. അപ്പൊ ഇത് പല കാര്യങ്ങളും സാറ് പറഞ്ഞു കഴിഞ്ഞു. അതായത് ചൂസിങ് ആൻ ആർട്ടിക്കിൾ ഷുഡ് ബി ഒറിജിനൽ. ഞാൻ പോകുന്നില്ല. എവിഡൻസ് ബേസ്ഡ് ജേണൽ ക്ലബിനെ പറ്റി മാത്രമേ കൂടുതൽ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എവിഡൻസ് ബേസ്ഡ് ജേണൽ ക്ലബ് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ആസ്കിങ് എ റിസർച്ച് ക്വസ്റ്റ്യൻ. ഈ റിസർച്ച് ക്വസ്റ്റ്യന് മുമ്പായിട്ട് കണ്ടക്സ്റ്റും വാട്ട് ഈസ് ദ മോട്ടിവേഷൻ ഫോർ ഡൂയിങ് ദ സ്റ്റഡി ആൻഡ് എത്തിക്സ്. കാരണം ഈയിടെ ഒരു ജേണൽ ക്ലബിന്റെ ഡിസ്കഷനിൽ ഞങ്ങളുടെ ഒരു കമ്മിറ്റഡ് ഗ്രൂപ്പ് ഉണ്ട്. ആ കമ്മിറ്റഡ് ഗ്രൂപ്പ് നടത്തുന്ന ഒരു ജേണൽ ക്ലബ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരു കൊളീഗ് തന്നെയാണ്. ഞാൻ പറഞ്ഞു, സാർ നമ്മൾ പലപ്പോഴും ജേണൽ ക്ലബ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ എത്തിക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നില്ല. മെത്തഡോളജി ഡിസ്കസ്. അപ്പൊ എത്തിക്കൽ ഇഷ്യൂസ് നിർബന്ധമായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കണം. കാരണം എന്താന്ന് ചോദിച്ചാല് പലപ്പോഴും എത്തിക്സ് വളരെ അൺപോപ്പുലർ ആണ്. ആരും അത് എത്ര കെയർ ചെയ്യാറില്ല. എത്തിക്കൽ കമ്മിറ്റി മാത്രമാണ് അത് സീരിയസ് ആയിട്ട് നോക്കുന്നത്. അതുപോലെ നമ്മളെല്ലാവരും അതിനകത്ത് പറ്റി ശ്രദ്ധിക്കും. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ചും ഹൗ റിസ്ക് ഈസ് ഹാൻഡിൽഡ് ഇൻ ദ സ്റ്റഡി. വൾനറബിൾ പോപ്പുലേഷനെ വേണ്ട രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ റിസ്ക് അസസ്മെന്റ് നിങ്ങൾക്കറിയാം. നിങ്ങൾ നാഷണൽ ഗൈഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് അസസ്മെന്റ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് നടത്തുന്നത്, മിനിമൽ റിസ്ക് ആണോ, ലെസ് ദാൻ മിനിമൽ റിസ്ക് ആണോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഹൗ റിസ്ക് ഈസ് ഹാൻഡിൽഡ് ഇൻ ദ സ്റ്റഡി, ദാറ്റ് പർട്ടിക്കുലർ സ്റ്റഡി. അതുപോലെ തന്നെ ഹൗ വൾനറബിൾസ് ആർ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്തിരിക്കണം. പിന്നെ യൂഷ്വലി അവർ എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും. അത് മാത്രമല്ല, ഇത്ര നമുക്ക് തന്നെ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ്. സോ കണ്ടക്ട് ആൻഡ് മോട്ടിവേഷൻ ഈസ് ഇമ്പോർട്ടൻസ്. ദെൻ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഞാൻ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. എങ്കിലും എപ്പോഴും ഒരു സാർ പൈക്കോട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഒരു വേരിയബിൾസ് എപ്പോഴും നമ്മൾ വേരിയബിൾസ് എങ്ങനെയാണ് മെഷർ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് വേരിയബിൾ എടുത്തിരിക്കുന്നത്, അതാണ് ഒരു ക്ലിനിഷ്യന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. കാരണം വെദർ ആൾ അപ്രോപ്രിയേറ്റ് ആൻഡ് ഇപ്പൊ നിങ്ങൾ ആ റിസർച്ച് ചെയ്ത ആളിന്റെ പൊസിഷനിൽ നിങ്ങളെ വെച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു OP ആണെങ്കിൽ OP, IP ആണെങ്കിൽ IP, അവിടെ നിന്ന് നിങ്ങൾ എടുക്കേണ്ട വേരിയബിൾസ് എല്ലാം നിങ്ങൾ മനസ്സുകൊണ്ട് ആ ആളായിട്ട് മിമിക്കാവണം. എന്നിട്ട് നിങ്ങൾ ആ വേരിയബിൾസ് എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതാണ് ഒരു ഒൺലി മെത്തേഡ്. അപ്പൊ അതിൽ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ അവർ പറഞ്ഞു കാണും. അതിൽ ആ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ഏരിയ വളരെ റിജിഡ് ആണോ, വളരെ ലൂസ് ആണോ, അതുപോലെ തന്നെ വേരിയബിൾസ് എടുക്കേണ്ടതെല്ലാം ക്ലിനിക്കലി വേരിയബിൾസ് ഹാവ് ബീൻ സെലക്ടഡ് ഓർ നോട്ട്. പലപ്പോഴും പല ആർട്ടിക്കിൾസ് ഇപ്പൊ BMJയിലോ ലാൻസെറ്റിലൊന്നും വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല ആർട്ടിക്കിൾസിൽ ഒരുപാട് പോരായ്മകൾ കാണും. പിന്നെ ഇതൊക്കെ ആരും അറിയുന്നവരാരും അധികം ബഹളം ഉണ്ടാക്കാത്തത് കൊണ്ട് പിന്നെ ഒരു ലെറ്റേഴ്സ് ടു എഡിറ്റർ എഴുതിയായിരുന്നു അവരത് ഇടത്തൊന്നുമില്ല. പലപ്പോഴും ചിലര് വളരെ ഓണസ്റ്റ് ആണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് പല ആർട്ടിക്കിളും സബ് ഗ്രൂപ്പ് അനാലിസിസ്, സബ് ഗ്രൂപ്പ് RCTയുടെ കാര്യം ഞാൻ പറയും.
സബ് ഗ്രൂപ്പ് അനാലിസിസ് വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എഴുതുന്ന നാട്ടിലുണ്ടാക്കുന്ന റിസർച്ച് ചെയ്ത ആളിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ എഡിറ്റോറിയൽ ടീമിന്റെ ഇൻട്രസ്റ്റ്. അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കറസ്പോൺസ് അധികം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കുന്ന ആൾ ചോദിക്കുമ്പോൾ റീഡറിനാണ് വേറെ പല ആവശ്യം തോന്നുന്നത്. അപ്പൊ റീഡ് എഴുതിയാൽ അവർ വിചാരിക്കും ഇത് ഇനഫ് വി ഹാവ് ഡിസ്കസ്, ഇനിയിപ്പോ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനില്ല, എന്ന് പറഞ്ഞിട്ട് അവർ പോളിസി ഡിസിഷൻസ് എഡിറ്റോറിയൽ ബോർഡ് എടുത്തെന്നിരിക്കും. ഇതൊക്കെയാണ് പലപ്പോഴും നടക്കാറുള്ളത്. എങ്കിലും പല ഗ്രോസ് മിസ്റ്റേക്സ് ആണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് കൊഹോർട്ട് ഡിസൈൻ ആണ് എടുത്തത്, എന്നിട്ട് അനലൈസ് ചെയ്തത് കേസ് കൺട്രോൾ സ്റ്റഡി ആയിട്ടാണ്. അനാലിസിസ് ഇപ്പൊ ആരും ഓഡ്സ് റേഷ്യോ അല്ലെങ്കിൽ റിലേറ്റീവ് റിസ്ക് കണ്ടു, പക്ഷെ റിലേറ്റീവ് റിസ്ക് പേഴ്സൺ ടൈമിൽ അല്ല കണ്ടേക്കുന്നത്. അപ്പൊ ടൈം ടു ഇവന്റ് ആയിട്ടല്ല അനലൈസ് ചെയ്തേക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ അനാലിസിസ് പലപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്. ആക്ച്വലി ഒരു കൊഹോർട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ അനലൈസ് ചെയ്യാം. ഒന്നിൽ പ്രൊപ്പോർഷൻസ് ആയിട്ട് എടുത്തിട്ട് ഔട്ട്കം പ്രൊപ്പോർഷൻ ആയിട്ട് എടുത്ത് അനലൈസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇവന്റ് ടൈം ടു ഇവന്റ് ആയിട്ട് എടുത്ത് അനലൈസ് ചെയ്യാം. അപ്പൊ പേഴ്സൺ ടൈം ആയിട്ട് എടുത്ത് അനലൈസ് ചെയ്യുക, അതാണ് ഐഡിയൽ ആയിട്ടുള്ള അനാലിസിസ്. പേഴ്സൺ ടൈം ആയിട്ടുള്ള അനാലിസിസ് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ ഫർദർ അനാലിസിസ് പല രീതിയിൽ ചെയ്യാം. ഫർദർ അനാലിസിസ് ഒന്നും സർവൈവൽ അനാലിസിസ് ആയിട്ട് കോക്സ് പ്രൊപ്പോർഷണൽ ഹസാർഡ് മോഡലിലേക്ക് പോവാം, അതല്ലെന്നുണ്ടെങ്കിൽ സിമ്പിൾ റിഗ്രഷൻ അനാലിസിസിലേക്ക് പോവാം. എന്തായാലും ഒരു മോഡൽ കോഹോർട്ട് സ്റ്റഡിയിൽ സാധാരണ ഇംപ്ലോയിഡ് ആണ്, ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും പലരും അത് ചെയ്യാൻ പറ്റത്തില്ല. അവരെ ഒരു പകുതി വെച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ട് അനാലിസിസ് ഇട്ടേക്കും. അപ്പൊ അതൊക്കെ അത് ചിലപ്പോൾ നമുക്ക് പറയാൻ ഒക്കത്തില്ല എന്തുകൊണ്ടാണ് അതൊരു ചെയ്തില്ല. ചിലപ്പം പബ്ലിക്കേഷൻ 2 പബ്ലിക്കേഷൻ 3 പബ്ലിക്കേഷൻ ഒരു റിസർച്ചും ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർ ഫർദർ അനാലിസിസ് അഡ്വാൻസ് അനാലിസിസ് മെത്തേഡ്സ് വെച്ചിട്ട് അവർ വേറെ പബ്ലിക്കേഷൻ ആക്കുമായിരിക്കും. അവർ നമ്മളെക്കാട്ടിലും അവർ മിടുക്കരാണ്. കാരണം പലരും സ്റ്റഡി ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? പബ്ലിക്കേഷൻ. എന്തായാലും ശരി, നമ്മൾ ആദ്യമേ വേരിയബിൾസ് നോക്കുക, എന്തൊക്കെ വേരിയബിൾസ് ആണ്, എന്നിട്ട് റിസർച്ചിലേക്കും കൺക്ലൂഷനിലേക്കും വരിക. എല്ലാ ഇഷ്യൂസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, എന്താണ് മെയിൻ ഫൈൻഡ്സ്, അത് കൺക്ലൂഷൻ രീതിയിൽ സ്ട്രോങ് ആയിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബയസ്, കൺഫൗണ്ടേഷൻ, മിസ്ക്ലാസിഫിക്കേഷൻ. And the research was replicated in the identical setting. What would have been the results? And what are the reasons about without reading the book? നമുക്ക് മുഴുവൻ വായിക്കാൻ സമയം കിട്ടത്തില്ല, അബ്സ്ട്രാക്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അബ്സ്ട്രാക്ട് വായിക്കുമ്പോൾ ഈസ് ദാറ്റ് അബ്സ്ട്രാക്ട് everything given in the article? This is an important thing. ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ ആദ്യമേ ഞാൻ പറയാതെ അവസാനം പറയുന്ന കാര്യം, മെത്തേഡ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെ പറ്റി കൂടുതൽ ഫീലിംഗ് കിട്ടും. ഇത്രയും നമ്മൾ പറഞ്ഞു. ഒരു ഐഡിയൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പൈക്കോട്ട് ഫോർമാറ്റ് പറഞ്ഞു. ഐഡിയൽ ക്വസ്റ്റ്യനിലാണെങ്കിൽ മെത്തഡോളജി ഷുഡ് ബി ഇംപ്ലോയിഡ് ഇൻ ഇറ്റ്, ദ ഡിസൈൻ ഷുഡ് ബി ഇംപ്ലോയിഡ് ഇൻ ഇറ്റ്. പറയാതെ പറഞ്ഞ് നമ്മൾ പറയത്തില്ലേ, ആ ക്വസ്റ്റ്യനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആർട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് പറയത്തില്ല, ഒബ്ജക്റ്റീവ് പറയത്തേ ഉള്ളൂ. പക്ഷെ ആ ഒബ്ജക്റ്റീവ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിട്ട് അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അത് വാലിഡ് ആണോ, അത് ഫീസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസൈൻ പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇവാലുവേഷൻ. ചിലർക്ക് ചില ഡിസൈനിനെ പറ്റി ഒരു കോൺഫിഡൻസ് കുറവ് വരും നമ്മൾ നോക്കുമ്പോൾ. എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഡിസൈൻ ആണോ, എവാലുവേറ്റീവ് സ്റ്റഡി ഡിസൈൻ ആണോ? അതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഡിസൈനും ആവാം, എവാലുവേറ്റീവ് ആവാം. പക്ഷെ നിങ്ങൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എവാലുവേഷൻ എഴുതിയാൽ അത് ഡിസൈൻ ആയി കഴിഞ്ഞു. സത്യം പറയും, ഡിസ്ക്രിപ്റ്റീവ് ആണോ എവാലുവേറ്റീവ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്യണ ആവശ്യമില്ല. ഇപ്പോൾ കമ്പാരിറ്റീവ് ആയിട്ടാണ് ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട് എങ്കിൽ അത് എവാലുവേറ്റീവ് ആണ്. ഇപ്പൊ ROC കർവ് അനാലിസിസ്, 2 ROC കർവ് അനാലിസിസ് തമ്മിൽ കമ്പയർ ചെയ്യാം, ഏരിയ അണ്ടർ ദ കർവ് തമ്മിൽ കമ്പയർ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ 2 ലൈക്ലിഹുഡ് റേഷ്യോ മെത്തേഡ്, പോസ്റ്റ് ടെസ്റ്റ് പ്രോബബിലിറ്റിയും 2 പോസ്റ്റ് ടെസ്റ്റ് പ്രോബബിലിറ്റി സെനേറിയോ കമ്പയർ ചെയ്യാണ്. ബേസിയൻ മെത്തേഡ് വെച്ചോ അല്ലെങ്കിൽ നോൺ ബേസിയൻ ആയിട്ട്. അപ്പൊ അതൊക്കെ അനാലിറ്റിക് ആണ്. അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യുകയാണ്, ഡയഗ്നോസ്റ്റിക് മോഡലിംഗ്, ഡയഗ്നോസ്റ്റിക് പ്രഡിക്ഷൻ മോഡലിംഗ് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് കഴിഞ്ഞ് ഡയഗ്നോസ്റ്റിക് ഓഡ്സ് റേഷ്യോ മെത്തേഡ് വെച്ചിട്ട് അതിന്റെ ഓഡ്സ് റേഷ്യോ ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അതെല്ലാം അനാലിറ്റിക് ആണ്. അപ്പൊ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് അനാലിറ്റിക് എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് റീഡർ വായിക്കുമ്പോൾ മനസ്സിലാവും. ഡയഗ്നോസ്റ്റിക് മെത്തേഡ് എവല്യൂഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ക്ലിനിക്കൽ പ്രഡിക്ഷൻ റൂൾ. ക്ലിനിക്കൽ പ്രഡിക്ഷൻ റൂൾ ആൾസോ ഈസ് അക്സെപ്റ്റഡ് ആസ് എ ഡിസൈൻ മെത്തേഡ്. അത് നിങ്ങൾ അനാലിറ്റിക് ആണോ? ക്ലിനിക്കൽ പ്രഡിക്ഷൻ റൂൾ അനാലിറ്റിക് ആയിട്ടേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറ്റത്തില്ല. ഇങ്ങനെ പലയിടത്ത് ഇപ്പൊ ചിലർ എൻ്റെ അടുത്ത് ചിലപ്പം ഓരോരുത്തർ ഞാൻ വിളിച്ച് സംശയം ചോദിക്കും. ഒരാൾ ഒരിക്കൽ ചോദിച്ചു ഒരു ഡിസൈൻ എന്താണ്, ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് കമ്പാരിറ്റീവ് ഡിസൈൻ. ആക്ച്വലി നമ്മുടെ എപ്പിഡമിയോളജിയുടെ പുസ്തകങ്ങളിൽ അത് അധികം പറഞ്ഞിട്ടില്ല, പക്ഷെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ എഡ്യൂക്കേഷൻ്റെ അത് തന്നെ ഒരുപാട് പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് കമ്പാരിറ്റീവ് ഡിസൈൻ. ഞാൻ അത് പറഞ്ഞപ്പോൾ എന്റെ തന്നെ ഒരു സാർ ഒരിക്കൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാണ്. അപ്പൊ സാറിന് ഒരു സംശയം തോന്നി. സാർ പറഞ്ഞു അങ്ങനെ ഡിസൈൻ ഉണ്ടോ രാജ്മോഹൻ? ഞാൻ പറഞ്ഞു ഉണ്ട് സാർ ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയായിട്ട്. അപ്പൊ ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതുണ്ട്. സാറിന് സന്തോഷമായി. പക്ഷേ
എങ്കിലും നമ്മുടെ ഒരു എപ്പിഡമിയോളജിക്കൽ ടീച്ചിങ് ലേണിംഗിൽ അതൊരു റോബസ്റ്റ് ഡിസൈൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പല പുസ്തകങ്ങളും. അങ്ങനെ പറയാമെങ്കിലും ഇങ്ങനെ ഒരുപാട് ഡിസൈൻ, ഇപ്പൊ പാനൽ ഡിസ്കഷൻ, പാനൽ ഡിസൈൻ കൊഹോട്ട് സ്റ്റഡിയുടെ ഒരു ടിപ്പിക്കൽ കൊഹോട്ട് അല്ല, അങ്ങനെയുള്ള ഡിസൈൻസ്. അപ്പൊ ഈ ഡിസൈൻ എപ്പോഴും ഇച്ചിരി ഫ്ലിപ്പിയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഡിസൈൻ ഉണ്ടാക്കിയത് അറിയാവുന്ന ഒരാളിനോടൊന്ന് ചോദിച്ച്, പലപ്പോഴും ഞാൻ ലൂസിഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ക്ലിനിക്കൽ പ്രഡിക്ഷൻ റൂൾ ഇപ്പൊ ഡിസൈൻ ആയിട്ട് പറയാൻ ചിലർക്ക് വിഷമമാണ്. പക്ഷെ ആക്ച്വലി അതൊരു ഡിസൈനാണ്. എല്ലാ ആർട്ടിക്കിളുകളും അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ആസ് എ ഡിസൈൻ. ബേസിക് ടൈപ്സ് ആണ് ഒബ്സർവേഷണൽ, എക്സ്പെരിമെന്റൽ, മെറ്റാ അനാലിസിസ്. ഈ മൂന്ന് ആക്സസ് എന്ന് പറയുന്നത് ബേസിക്. ഇപ്പൊ ക്വാളിറ്റേറ്റീവ് ഞാൻ അധികം മെത്തഡോളജിയിലേക്ക് പോകുന്നില്ല. സ്റ്റുഡൻസിന് വേണ്ടി ഉണ്ടാക്കിയതായത് ഞാൻ ഇങ്ങനെ ഇട്ടതാണ്, എങ്കിലും ഞാൻ അധികം പോകുന്നില്ല. പ്രോസ്പെക്റ്റീവ് ഓരോന്ന് കമ്പയർ ചെയ്ത് എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് എവിഡൻസ് ബേസ്ഡ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എവിഡൻസ് ബേസ്ഡ് ജേണൽ ക്ലബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. എവിഡൻസ് ബേസ്ഡ് ജേണൽ ക്ലബ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ അപ്രൈസൽ ടെക്നിക്കും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസ്കഷനും ജേണൽ ക്ലബിന്റെ ഫോർമാറ്റും ഇത് മൂന്നും കൂടെ കൊണ്ടുവരുന്നതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതിൽ ഓരോ വേരിയബിളും എന്താണ് സൂക്ഷ്മമായിട്ട് ഓരോന്നും ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ എപ്പോഴും നമ്മൾ എന്താ എഴുതും, ലിറ്ററേച്ചർ എഴുതുന്നു. റിവ്യൂ ലിറ്ററേച്ചർ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്? ചുമ്മാ കുറെ കാര്യങ്ങൾ അങ്ങ് എഴുതി വെക്കും. അത് പേജ് നിറയ്ക്കാൻ വേണ്ടി എഴുതി വെക്കുന്നത്. അത് ആർക്കും വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം നിങ്ങളുടെ ഈ റിവ്യൂ തീസിസ് റിവ്യൂ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, പേപ്പർ റിവ്യൂ ചെയ്യുന്ന ആളാണെങ്കിൽ അവർ മോശക്കാരായിരിക്കും. അപ്പൊ ആ റിസർച്ച് ക്വസ്റ്റ്യനുമായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം റിവ്യൂ ചെയ്താൽ മതി. വേറെ കാര്യങ്ങളൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ചിലരിപ്പോ നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ സ്റ്റഡിയാണ്. നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റീറോയിഡ് റെസ്പോൺസീവ് നെഫ്രോട്ടിക് സിൻഡ്രോം. വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ഔട്ട്കം ഓഫ് സ്റ്റീറോയിഡ് റെസ്പോൺസീവ് നെഫ്രോട്ടിക് സിൻഡ്രോം? അതാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റീറോയിഡ് റെസ്പോൺസീവ് നെഫ്രോട്ടിക് സിൻഡ്രോത്തിനെ പറ്റി മാത്രം റിവ്യൂ ചെയ്താൽ മതി. അതിലെ ഡിറ്റർമിനൻസ് ആണ്, ഔട്ട്കത്തിനെ പറ്റിയാണ്. അപ്പൊ അതിന്റെ ഔട്ട്കം എന്താണ്, ഡിറ്റർമിനൻസ് എന്താണെന്ന് മാത്രം എഴുതിയ അല്ലെ നെഫ്രോട്ടിക് സിൻഡ്രോത്തിനെ പറ്റി മുഴുവൻ കാടടച്ച് വെറുതെ റിവ്യൂ എഴുതേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ ഡിസ്കഷൻ വരുമ്പോഴും നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണ്, ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയ ഫൈൻഡിങ് എന്താണ്, അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ആ ഫൈൻഡിങ്ങും ആൾറെഡി നോൺ റിവ്യൂ ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടിയ ഫൈൻഡിങ്ങും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ്, ആ കോൺഫ്ലിക്ട്സിനുള്ള പോസിബിലിറ്റി എന്തൊക്കെയാണ്. അപ്പൊ മറ്റുള്ളവർക്ക് നമ്മളെ പോലെ കിട്ടിയെങ്കിൽ പിന്നെ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കിട്ടിയ പോലെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണ്? അങ്ങനെയാണ് ഡിസ്കഷൻ ലൈൻ കൊണ്ടുപോകേണ്ടത്. പലപ്പോഴും നമ്മൾ ആർട്ടിക്കിൾ വായിച്ചു നോക്കുമ്പോൾ ഇതിലൊക്കെ ഓരോന്നിലും ഓരോ പ്രോബ്ലംസ് കാണും. ഇപ്പൊ സമ്മറി ആണെന്നുണ്ടെങ്കിലും സമ്മറിയെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, സേ വാട്ട് യു വാണ്ട് ടു സേ ഇറ്റ് ആൻഡ് ദെൻ സേ വാട്ട് യു ഹാവ് സെഡ്. സേ വാട്ട് യു വാണ്ട് ടു സേ. എപ്പോഴും നമ്മളൊരു ഡിസ്കഷൻ പാർട്ട് അല്ലെങ്കിൽ ഒരു സമ്മറി പറയുമ്പോൾ ആദ്യം നമ്മുടെ സ്റ്റഡി എന്താണെന്നുള്ള ഒറ്റ സെന്റൻസിൽ അങ്ങ് വളരെ ക്രിസ്പായിട്ട് പറയാം. അതാണ് സേ വാട്ട് യു വാണ്ട് ടു സേ. ദെൻ സേ ഇറ്റ്. അത് എന്താണ് നമ്മൾ കിട്ടിയെന്നുള്ള ഒരു സെന്റൻസിൽ പറയും. ദെൻ സേ വാട്ട് യു ഹാവ് സെഡ്. നമ്മൾ എന്താണ് പറഞ്ഞെന്നുള്ളത് ഒരു റിസർച്ചർ വാട്ട് യു വാണ്ട് ടു കൺവേ ടു അതേഴ്സ്, അതാണ് നമ്മൾ പറയേണ്ടത്. സോ ഐ വിൽ സ്റ്റോപ്പ് ഷെയർ ആൻഡ് വിൽ ഗോ ടു ഡിസ്കഷൻ. നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. We will come to more methodological issues when we are discussing and make the platform more evidence based. അപ്പൊ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് എവിഡൻസ് ബേസ്ഡ് ജേണൽ ക്ലബ്ബ് ഡിഫറെന്റ് ആയിരിക്കുന്നത് എന്നുള്ളത്. കാരണം എവിഡൻസ് ബേസ്ഡ് ജേണൽ ക്ലബ്ബ് അല്ലാതെ ജേണൽ ക്ലബ്ബ് നടത്തുന്നത് ഒരു പുരാതനമായ ഒരു മെത്തേഡാണ്, ഒരു സോഫിസ്റ്റിക്കേറ്റഡ് മെത്തേഡ് അല്ല. നമ്മൾ കഴിയുന്നത്തോളം ഇനി ഗൈഡ് ലൈനിന്റെ കാര്യം പറഞ്ഞല്ല, ഞാൻ എപ്പോഴും തർക്കിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി ആയിട്ടൊക്കെ അവരൊക്കെ എന്തെങ്കിലും ഗൈഡ് ലൈൻ പെട്ടെന്ന് കാണും. അവർ പറയും ഇത്, അപ്പൊ ഞാൻ പറയും സാർ ഇത് ഗൈഡ് ലൈൻ, ഇത് എവിഡൻസ് ബേസ്ഡ് അല്ല. ഓ ആര് നോക്കുന്നു എവിഡൻസ് ബേസ്ഡ്, നമുക്ക് ഗൈഡ് ലൈൻ വേണം അത്രയും. അങ്ങനെയല്ല നമ്മളെപ്പോഴും ഹരികുമാർ സാറോട് വന്നിരിക്കുന്നത്. എനിക്ക് പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് എന്ത് വേണോ ഇനി വിളിച്ച് പറയാം, സിസ്റ്റത്തെയൊക്കെ റിവ്യൂ ചെയ്ത് പറയാം. അതുകൊണ്ട് ഞാൻ പറയാണ് നമ്മള്, കാരണം ഈ എന്ന് നമ്മൾ ഇതിലേക്ക് പോകും, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ. നമ്മുടെ യങ്സ്റ്റേഴ്സിനെ എങ്ങനെ നമുക്ക് സെൻസിറ്റൈസ് എടുക്കാൻ പറ്റും? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോളജ് നമ്മൾ ഈ മേഖലയിൽ ഉണ്ട്. ആ നോളജ് എല്ലാം നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഡയഗ്നോസിസ് എവാലുവേഷൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഒരു നോമോഗ്രാം ഉണ്ടാക്കി ആ നോമോഗ്രാമിൽ നിന്ന് ഒരു ബെഡ് സൈഡിൽ ഒരു ക്ലിനീഷ്യന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് നോക്കുന്നപ്പോൾ ഹരിസാറിനെ പോലുള്ള ഒരാൾ ഇരുന്ന്
നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് തരുന്ന ഒരു ഫൈൻഡിങ്, എസ്പെഷ്യലി ഒബ്സ്റ്ററ്റിക്സ് ഡിസിഷൻ മേക്കിലൊക്കെയാണ് വളരെ നാരോ ഡിസിഷൻ മേക്കിംഗ് വിൻഡോ ആണ്. അവിടെ സോണോളജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെയും അതല്ലെങ്കിൽ ഇപ്പൊ ഈ RT-PCR തന്നെ എടുക്കുക, ഇപ്പൊ സെൻസിറ്റീവ് ആണോ സ്പെസിഫിക് ആണോ, അപ്പൊ അതിലെ ഒരു ക്ലിനീഷ്യൻ ആവശ്യമുള്ള രീതിയിൽ ക്രിസ്റ്റലൈസ് ചെയ്ത് നമുക്ക് അത് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പലപ്പോഴും ലിമിറ്റേഷൻ ആണ് നമ്മുടെ എപ്പിഡെമിയോളജി. എങ്കിൽ പോലും വി ഹാവ് ടു കണ്ടിന്യൂ അവർ എഫർട്ട്സ് ആൻഡ് ജേർണി. കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ദിസ് ഈസ് ദ റൈറ്റ് വേ, ദിസ് ഈസ് ദ ഓൺലി റൈറ്റ് വേ. ഇതല്ലാതെ ഒരു വേ ഇല്ല. എല്ലാ മെത്തഡോളജിക്കൽ ലിമിറ്റേഷൻ ഉണ്ട്, ബട്ട് ദിസ് ഈസ് ദ ഓൺലി മെത്തഡോളജിക്കൽ വേ. അപ്പൊ നമുക്ക് ഇത് ഈ ഡിസ്കഷൻ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഐ ഡോണ്ട് വാണ്ട് ടു prolong. I am very happy that a lot of seniors have come here. I think some of you should take the opportunity to present next. അതിൽ ഓരോരുത്തരും നമുക്ക് ഒരുപാട് സമയം എടുത്ത് ബോറാക്കിയാൽ നമ്മുടെ അറ്റൻഡൻസ് കുറയും. നമ്മൾ വളരെ ക്രിസ്പായിട്ട് ബേസിക് കാര്യങ്ങളും പറയണം. അപ്പൊ ഞാൻ എപ്പോഴും ജേണൽ ക്ലബിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കാറുള്ളത്, പല ജേണൽ ക്ലബ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയത്തില്ല. ചിലപ്പോൾ കഴിഞ്ഞ മാസം തന്നെ, കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങളൊരു ജേണൽ ക്ലബ് നടത്തി. അതിൽ നമ്മൾ ഒരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതൊരു മാച്ച് അനാലിസിസ് ആയിരുന്നു. അപ്പൊ കണ്ടീഷണൽ ലോജിസ്റ്റിക് റിഗ്രഷൻ ഒക്കെ ചെയ്തു. പക്ഷെ അപ്പൊ നമ്മുടെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സാർ അതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യും, റെസിഡ്യൂവൽ കൺഫൗണ്ടിങ് എങ്ങനെ അനലൈസ് ചെയ്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് കൂടുതൽ പറയണമായിരുന്നു. പക്ഷെ അവിടെ കൺഫൗണ്ടിങ് എന്താണെന്ന് പോലും അറിയാൻ മേത്തവരാണ് കൂടുതൽ ആൾക്കാർ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റെസിഡ്യൂവൽ കൺഫൗണ്ടിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്? ഇപ്പോ അങ്ങനെ കുറെ പ്രശ്നം. അപ്പൊ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പാടാണ്. എങ്കിലും അറിയാൻ വയ്യാതെ വരുന്ന കേൾക്കുന്ന വാക്കുകൾ പോയി ഇന്റർനെറ്റിലിട്ട് വായിച്ച് മനസ്സിലാക്കുകയോ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇച്ചിരി ഹൈ ലെവലിൽ പോയേ പറ്റും, അല്ലാതെ പറ്റത്തില്ല. എല്ലാം പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇച്ചിരി ലെവൽ കൂട്ടി വെച്ചാലേ പറ്റൂ. അല്ലാതെ ഒരു വളരെ സിമ്പിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വിലയില്ലാതാവും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. നമുക്ക് ഇനി ഫാക്കൽറ്റി ഇതിനകത്ത് ഇപ്പോ ഞാൻ ഐ ആം റിക്വസ്റ്റിംഗ് ഹരി സാർ ആൻഡ് രഘുനാഥൻ സാർ ഈസ് ആൾസോ ഹിയർ. രഘു സാർ ഉണ്ടോ? രഘു സാറേ അത് പോയാ? രഘു സാറേ ഉണ്ടല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ രഘു സാറ്? രഘു സാറെ അൺമ്യൂട്ട് ചെയ്യാവോ രഘു സാറെ? അതോ കഞ്ഞി പിടിക്കാനാണ് പോയാ? ഹരി, രഘു സാറ്, ആതിര റാണി. I am seeing a lot of, I am not seeing everybody, but I am very happy that a lot of persons have attended. This is only to discuss methodology. This platform is only to discuss methodology. This is not a Journal Club presentation. This is only to discuss methodology and how to conduct a Journal Club. Especially, we may discuss how virtual journal clubs can be efficiently handled. അതൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ എങ്ങനെയാണ് ജേണൽ ക്ലബ് നടത്തുന്നുള്ളതായിരിക്കും നമ്മുടെ ഡിസ്കഷൻ. അതിൽ നമുക്ക് ക്രിട്ടിക്കൽ അപ്രൈസലിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എവിഡൻസ് ബേസ് ആയിട്ട് എങ്ങനെ പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ഡയഗ്നോസിസ് നടത്തും, ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് കേസ് കൺട്രോൾ, റാൻഡമൈസ് കൺട്രോൾ ട്രയൽ, അങ്ങനെ പോകും. അപ്പോ എങ്ങനെയാ കൈൻഡ്ലി സേ നമുക്കൊരു 8:30 നമുക്ക് നിർത്താം. 15 മിനിറ്റ് കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഹരി പ്ലീസ് ഗീവ് സജഷൻസ് ഹൗ വി ക്യാൻ എഫക്റ്റീവ്ലി മേക്ക് ഇറ്റ്. ആതിര ഈസ് ദേർ. ഐ തിങ്ക് ഐ ഡോണ്ട് നോ എവരിബഡി. അറിയാവുന്നവരുടെ പേര് ഞാൻ പറയുന്നുള്ളേ ഉള്ളൂ, സോറി. എല്ലാവർക്കും അഭിപ്രായം പറയാം. ഹരി ക്യാൻ സ്റ്റാർട്ട്. സാറേ, ഞാൻ ആദ്യ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ജേണൽ ക്ലബ്ബ് 2 സ്കൂളും ചേർത്തിട്ട് ആണോ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ്? അതേ ഒരു പൊതുവായിട്ട് KUHSന് വേണ്ടിയിട്ട് ചെയ്യുന്നത്? എനിക്ക് ഒരു ഐഡിയ. ഹരി ശ്രദ്ധിച്ചാണ്. ഞാൻ ഹരിയെ രഘുസാറിനെ രണ്ടുപേരെയും വിളിച്ചു. കാരണം രഘുസാർ ആയുർവേദമാണ്, ഹരി മോഡേൺ മെഡിസിനുമാണ്. അപ്പൊ നമുക്ക് 5 സ്ട്രീം ഉണ്ട്. നഴ്സിംഗിലെ എനിക്ക് അത്ര അറിയത്തില്ല. നമുക്ക് വി വിൽ ഗീവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് വി വിൽ അക്കോമഡേറ്റ് ഗിവിംഗ് ഈക്വൽ സ്പേസ് ടു എവരിബഡി. ഇതിനകത്തിപ്പോ അങ്ങനെയൊന്നും ഇല്ല. വി ആൾ വാണ്ട് ടു ലേൺ ടുഗദർ, അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ നമ്മൾ 5 സ്ട്രീം ഉണ്ട്. ഡെന്റൽ, നഴ്സിംഗ്, ആയുഷ്, പാരാമെഡിക്കൽ ആൻഡ് മോഡേൺ മെഡിസിൻ. 5 സ്ട്രീമും കൂടെ നമുക്ക് തൽക്കാലം 2 സ്കൂളേ ഉള്ളൂ. എങ്കിലും നമ്മൾ രണ്ടുപേരും കൂടെ നടത്തുകയാണ്, കമ്പൈൻഡ് ആയിട്ട് നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ആതിര ഉണ്ടോ? ആതിര സാർ ഞാനുണ്ട് ഇവിടെ സാർ. ആതിര പറയുന്ന ആതിര, നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ ഈ 5 സ്ട്രീമിലെയും കൂടെ ഓഡിയൻസിനെ വെച്ചോണ്ട്? സാർ ആദ്യമായിട്ടൊരു നന്ദി പറയാണ് സാറിന്. കാരണം ഒരുപാട് ജേണൽ ക്ലബ്ബുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഹൗ ടു കണ്ടക്ട് ജേണൽ ക്ലബ്ബ് എന്നുള്ളതിൽ ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്.
അതൊരു നല്ലൊരു തുടക്കമാണ് സാർ. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത്. അതിനെപ്പറ്റി എവിഡൻസ് ബേസ്ഡ് ആക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് തുടങ്ങിയതേ ഉള്ളൂ സാർ. അപ്പൊ ഞാനിപ്പോ ഓർത്ത ഇതാണ് ഹരി സാർ ചോദിച്ച പോലെ, സാർ അതായിരിക്കും ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. കാരണം 5 സ്ട്രീം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സബ്ജക്റ്റും മെത്തഡോളജി 2 ആസ്പെക്ട് അല്ലേ വരുന്നത്, സബ്ജക്ട് ആൻഡ് മെത്തഡോളജി. അപ്പം സാറ് പോയിന്റ് സാർ സ്ട്രെസ് ചെയ്തു, മെത്തഡോളജി ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ 5 സ്ട്രീമിലും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. അതിനകത്ത് ക്രിട്ടിക്കൽ റിവ്യൂവിന്റെ പോയിന്റ് സ്ട്രെസ് ചെയ്യുക എന്നുള്ളതല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, മെത്തഡോളജി ആയിരിക്കും. നമ്മള് സുധീർ സാറൊന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ മെത്തഡോളജി അല്ലേ ഹൗ ടു കണ്ടക്ട് ചെയ്യാനുള്ളതല്ലേ നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ അപ്രോച്ച് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തത് മെത്തഡോളജി ബേസ് ചെയ്തിട്ടാണ്, സബ്ജക്ട് ബേസ് ചെയ്തിട്ടല്ല. സബ്ജക്റ്റ് അല്ല, സബ്ജക്ട് ഒരുപാടുണ്ട്, പാരാവാരം പോലെ കിടക്കുക. അത് നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും സാർ. 5 സ്ട്രീമിന്റെ ഇൻട്രസ്റ്റ് മെത്തഡോളജി വരുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കൊരു ഓറിയന്റേഷനും കിട്ടും. കാരണം ആയുർവേദ ലിറ്ററേച്ചർ എങ്ങനെയാണ് അവര് ചെറിയ ഡിഫറൻസുകളുണ്ട് നമ്മുടെ പബ്ലിക്കേഷനിൽ മെത്തഡോളജി അഡ്രസ് ചെയ്യുന്നതും. അപ്പൊ ഒരു ഹെൽത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എല്ലാവർക്കും ഒരു ഓറിയന്റേഷൻ ഡിഫറൻറ്റ് സബ്ജക്റ്റിൽ കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും. ചെറിയ ഡിഫറൻസ്, എസ്പെഷ്യലി നഴ്സിംഗിൽ ഒരുപാട് ചേഞ്ചസ് വരും. ശരിക്കും ഞങ്ങൾ ഇങ്ങനെ, ഞാൻ നെഗറ്റീവ് പറയുന്നത് സാറ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നഴ്സിംഗിൽ ഇങ്ങനെ അല്ലേ, പക്ഷെ അതൊരു വേറൊരു രീതിയാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്കത് അസിമുലേറ്റ് ചെയ്യേണ്ടതെന്നും ഉള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സപ്പോർട്ടും പാർട്ടിസിപ്പേഷനും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. എന്റെ പാർട്ടിൽ നിന്ന്, നമ്മുടെ കോളേജിന്റെ പാർട്ടിൽ നിന്ന് നമുക്ക് 3-4 ഫാക്കൽറ്റി ഉണ്ട് ഇപ്പം ട്രെയിൻഡ് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാവരുടെയും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നു. താങ്ക് യു വെരി മച്ച്. എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളേ ഉള്ളൂ. ഈ നമ്മളിപ്പോ ഫോർമലി ട്രെയിൻഡ് കുറെ ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും അത്ഭുതത്തോടും ആദരവോടും നോക്കി കാണുന്നത് ഈ ഫോർമലി ട്രെയിൻഡ് ആൾക്കാരെക്കാൾ നോളജും കമ്മിറ്റ്മെന്റും ഉള്ള ഫോർമലി ട്രെയിൻഡ് അല്ലാത്തവരുണ്ട്. അപ്പൊ അവരെയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ കൊണ്ടുവന്ന് അവര് ബൈ വിർച്യൂ ഓഫ് ദെയർ എക്സ്പീരിയൻസ് ആൻഡ് ഡൂയിങ് റിസർച്ച് പബ്ലിക്കേഷൻ കാണും. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഒരു MPhilോ അല്ലെങ്കിൽ MSCയോ ഒന്നും കാണുമെന്നില്ല. ഈവൻ PhD പോലും എടുക്കാത്തവർ എത്രയോ പേര് നല്ല മെഡിക്കലായിട്ടുള്ള ഒരു എപ്പിഡമിയോളജിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരെന്ന് പറയും. അപ്പൊ എല്ലാവരും കൊണ്ടുവരണം, നമുക്ക് എല്ലാവരെയും കൊണ്ടുവന്ന്. അതുപോലെ തന്നെ ഇത് ഇൻട്രസ്റ്റ്. പിന്നെ ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു വിദ്യാർത്ഥി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു അധ്യാപകൻ ഇറിറ്റേറ്റഡ് ആവരുത്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഒരു പഠനത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്തും അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. അപ്പൊ വ്യത്യാസങ്ങൾ വരട്ടെ. നമുക്കിപ്പോ നഴ്സിംഗ് തിയറിയിൽ നഴ്സിംഗ് പഠിപ്പിക്കുമ്പോൾ പോളിറ്റിന്റെ, പക്ഷെ നമ്മൾ എപ്പോഴും റെഫറൻസ് ഒക്കെ വെക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ചുമ്മാ ബെടായി അടിക്കരുത്. പോളിറ്റിൽ ഇന്നടത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എപ്പിസ്റ്റമോളജിയുടെ ഇമ്പോർട്ടൻസ് പോളിറ്റിൽ ഇന്നടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗ്രൗണ്ടഡ്, അപ്പൊ അത് സ്റ്റാൻഡേർഡ് റെഫറൻസ് ബുക്കുകൾ. അപ്പൊ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് മെത്തഡോളജിയുടെ സ്റ്റാൻഡേർഡ് ബുക്കുകൾ എല്ലാവർക്കും ഫെമിലിയർ ആവും. അവരും പോയി നോക്കും. നമ്മുടെ ബൈബിള് നമ്മൾ വിചാരിക്കുന്ന ബുക്ക് മറ്റവരും നോക്കട്ടെ. അങ്ങനെയൊക്കെയുള്ള ഒരു ഹാർമണി വരണം. അതൊക്കെയാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം. ഹരി, ഇപ്പം ഏറെക്കുറെ ഐഡിയ കിട്ടിയോ ഹരി? സാർ ഒരു കാര്യം കൂടെ എനിക്ക് ഹരി എങ്ങനെ നമുക്ക് ഹരി പറഞ്ഞു സാർ, ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യം, അത് നമുക്ക് ലിങ്ക് ചെയ്ത് ചിന്തിക്കാമോ എന്നാണ്. കാരണം ഇപ്പൊ ഞാൻ ആസ് എ ടീച്ചർ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കുട്ടികളും ഫിസിക്കൽ ക്ലാസ് ആണെങ്കിൽ പോലും പൊതുവെ എനിക്ക് മറ്റുള്ള സ്ട്രീമിന്റെ എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ കൂളായി ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ കൂളായിരിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. അപ്പൊ ഈ ജേണൽ ക്ലബിലൂടെ ചിന്തോദ്ദീപകങ്ങളായ കാര്യങ്ങൾ പറയുമ്പോഴെങ്കിലും അവർക്കൊരു ഇൻട്രസ്റ്റ് എന്താണെന്ന് എനിക്ക് നമ്മുടെ കുഴപ്പമാണോ കുട്ടികളുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻസ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത്. അതിവിടെ പറയാൻ ഉചിതമാണെന്ന് എനിക്ക് അറിയില്ല. സാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, പക്ഷെ നമ്മൾ പോസിറ്റീവ് ആയേ പറ്റൂ. പോസിറ്റീവ് കുട്ടികൾ ചോദിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ അവരിൽ ജിജ്ഞാസ ഉണ്ടാക്കുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ അവരെ എന്തൊക്കെയാണെങ്കിലും നമ്മള് മക്കള് പ്രതീക്ഷിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ മാതാപിതാക്കളെ മാത്രം കുറ്റം പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മക്കളെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കുട്ടികളെ നമ്മൾ ഫ്രണ്ട്സായിട്ട് കാണുന്നില്ല, അവർക്ക് എന്തെങ്കിലും സങ്കോചം കാണും, ഇൻഹിബിഷൻ ഉണ്ട് നമ്മൾ അടുത്ത് വരാൻ, എന്തെങ്കിലും കാരണങ്ങൾ കാണും. എന്ത് കാരണമില്ലാതെ ഒന്നും ഇല്ലല്ലോ. ഹരി സാറേ? ഞാൻ ഈ ഐഡിയ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചു വൈഡർ ക്യാൻവാസിലേക്ക്, അതായത് KUHSന്റെ മുഴുവൻ ഫാക്കൽറ്റിക്കും മറ്റാൾക്കാർക്കും ഉപയോഗം വരത്തക്കവണ്ണം ഒന്ന്
വൈഡർ ആക്കിയാൽ കുറച്ചുകൂടെ ലൈവ്ലി ആയിട്ട് തോന്നുന്നു. എനിക്ക് ഈ പ്ലാറ്റ്ഫോം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ, അതായത് KUHSന്റെ ഇപ്പൊ KUHSന്റെ അല്ലേ എടുത്തിരിക്കുന്നത്, നമുക്ക് 500 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാം ഈ പ്ലാറ്റ്ഫോമിൽ. 500 പേരെ അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോ എനിക്ക് തോന്നുന്നു ആള് ചില ദിവസങ്ങളിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ട് വരിക, ചില ദിവസങ്ങളിൽ മറ്റൊരു ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ പക്ഷെ നമ്മളത് പൊതുവായിട്ട് തന്നെ വച്ചാൽ ആ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അതിനെ കൂടുതൽ അത് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. 1. 2, നമുക്ക് ആദ്യത്തെ ഭാഗം നേരെ ജേർണലിലേക്ക് പോകുന്നതിന് പകരം മെത്തഡോളജി ഡിസ്കഷൻ കുറച്ച് മുമ്പോട്ട് പോയതിന് ശേഷം ഡിസ്കഷനിലേക്ക് ജേർണൽ ക്രിട്ടിക്കൽ അപ്രൈസിലേക്ക് പോയിട്ട് പ്രയോജനമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു മോഡിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്താൽ നന്നായിരിക്കും. ആദ്യം ഇപ്പൊ ഒരു ആമുഖം പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും ഓരോ ഡിസ്കഷൻ പോയതിന് ശേഷം നമ്മൾ ക്രിട്ടിക്കൽ അപ്രൈസലിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ്. അല്ലെങ്കിൽ ഇത് ബോറടിക്കും പലർക്കും. ഇതിന്റെ ആധികാരികമായിട്ടുള്ള പല ടേംസ് മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ ഇതൊരു യാന്ത്രികമായ ഒരു കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കുക, ക്രിട്ടിക്കൽ അപ്രൈസൽ അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് മെത്തഡോളജി അറിയണം. പിന്നെ ആ മെത്തഡോളജി എങ്ങനെ ക്രിട്ടിക്കൽ അപ്രൈസലിൽ ഏതെല്ലാം രീതിയിൽ ഓരോ ഡിസൈനും നമ്മൾ നോക്കിക്കാണണം എന്നുള്ളതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ യഥാർത്ഥത്തിൽ ക്രിട്ടിക്കൽ അപ്രൈസലിലേക്ക് പോകാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. താങ്ക് യു വെരി മച്ച്. അത് വളരെ റിലവൻ്റ് ആയിട്ടില്ല. കാരണം ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഈ ആർക്കും മനസ്സിലാവാതെ നമ്മൾ കഴിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചിലപ്പം ക്ലാസ് എടുത്തിട്ടുള്ള MK സാർ എൻ്റെ അടുത്ത് കമന്റ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് കുറച്ചേ പറയാമോ. ഇപ്പൊ ഞാൻ എൻജോയ് ചെയ്തു, പക്ഷെ കേട്ടിരുന്നവർ എൻജോയ് ചെയ്തില്ല, കൺഫ്യൂസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഫെയിലിയറാണ്. അതുകൊണ്ട് നമുക്കത് പരമാവധി നമുക്ക് അങ്ങനെ ആക്കാമെന്ന് പറയാൻ നമ്മളെല്ലാവരും കൂടെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം അടുത്ത സെഷൻ ഡീൽ ചെയ്യാനായിട്ട് നമ്മുടെ ഡീൽ മെഡിസിനെ തന്നെ ഇപ്പൊ നമ്മൾ വിളിച്ചെന്നിരിക്കും. കാരണം വി ഹാവ് ടു, കാരണം അതൊരു എൻതൂസിയാസം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സീനിയേഴ്സ്. എന്നിട്ട് നമുക്ക് യങ്സ്റ്റേഴ്സിനെയും കൂടെ നമുക്ക് ഇടാം. അപ്പൊ ഒരു സീനിയർ ഒരു ജൂനിയറും കൂടെ ആകുമ്പോൾ ജൂനിയേഴ്സും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ഫീലിങ്ങും ഒരു ഇൻവോൾവ്മെന്റും വരും. അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലെ ആയുഷ് സ്ട്രീമും വേണം, നേഴ്സിംഗ് വേണം, നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സജഷൻ വേണം. സുധി സാറ് ഞാനും ഓപ്പൺ ആണ്, നമുക്കിത് കാര്യം നടക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും സഹകരിച്ചാലേ പറ്റും. അസീല, ഉണ്ട് സാർ, കേൾക്കാണ് സാറ് പറയുന്നത്, കേൾക്കാണ്. നമ്മൾക്ക് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച് റൊട്ടേറ്റ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. അപ്പൊ ആയുഷ് ഇന്നിപ്പം സുധി സാറും ഞാനും തുടക്കക്കാരെന്നുള്ള രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പം മെന്റലി ബി പ്രിപ്പയർഡ് ടു ഹാൻഡിൽ ദ സെഷൻസ്. അത് നമുക്ക് ക്രിട്ടിക്കൽ അപ്രൈസല്, ഡയഗ്നോസ്റ്റിക് എവാലുവേഷൻ, കേസ് കൺട്രോള്, അപ്പൊ അത് എടുത്തിട്ട് ഹരി പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ മെത്തഡോളജി ഡിസ്കസ് ചെയ്തിട്ട് ഒരു ടിപ്പിക്കൽ ഒരു ആർട്ടിക്കിൾ വേണമെങ്കിൽ നമുക്ക് പ്രോട്ടോടൈപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. അത് ഏതിന്നാണെങ്കിലും അതാത് ആൾക്കാർ ഇപ്പൊ നഴ്സിംഗിൽ നിന്ന് വരുന്നവർക്ക് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ആയുഷാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫിക്സഡ് ഐഡിയ ഒന്നും ഇതുവരെ ഇല്ല. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനേ, കാരണം അതല്ലാതെ നമുക്ക് എല്ലാവർക്കും സ്പേസ്, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യണമല്ലോ, അങ്ങനെയാ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു സീനിയർ ആളിനെയും ഒരു ജൂനിയർ ആളിനെയും കൂടെ പെയർ ചെയ്തിടുന്നതല്ലേ നല്ലത്. അപ്പൊ നമുക്ക് അല്ലെ പിന്നെ ജൂനിയേഴ്സിനെ വെറും കാഴ്ചക്കാരായിട്ട് മാത്രം വെച്ചാൽ ശരിയാവും. എന്തോ ഹരി എന്ത് പറയുന്നത്? എന്റെ സജഷൻ, ഒരു സീനിയറിന് ഇതിന് ഒരു ചെയർ ആയിട്ട് ഇരുത്തി മറ്റേ ആള് സംസാരിക്കുകയും പിന്നെ ഡിസ്കഷനിൽ രണ്ട് കൂട്ടരും ഒരുമിച്ച് പങ്കെടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ലൈവ്ലി ആവും. അങ്ങനെ ചെയ്യാം നമുക്ക്. അല്ല, നമുക്ക് അവരെ നമുക്ക് ഇൻവോൾവ് ചെയ്യേ പറ്റൂ. അവരെ ഇൻവോൾവ് ചെയ്താലേ അവരിത് പഠിക്കത്തുള്ളൂ. അല്ലെ ഇത് സീനിയേഴ്സ് മാത്രം വന്നിട്ട് ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡിസ്കഷനൊക്കെ ആയിട്ട് അങ്ങ് മാറുക. സുധി സാറേ അതല്ലേ നല്ലത് നമുക്ക്. സാറ് ഞാൻ കുറെ പേര് തരാം, അപ്പൊ അവര് പങ്കെടുക്കും. അങ്ങനെ നമുക്ക് ജൂനിയേഴ്സും വേണം. റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തിന്റെയും രണ്ടെണ്ണയിൽ നടക്കുള്ളൂ. നമുക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യണം സാർ, എല്ലാവരെയും. വി ഷുഡ് ബി വെരി മച്ച് ഇൻക്ലൂസീവ്.
ഒന്നും കൂടി പേഴ്സണൽ അതുപോലെ തന്നെ ജൂനിയേഴ്സും വേണം സീനിയേഴ്സും വേണം. പേഴ്സണലായിട്ട് നമുക്ക് എല്ലാ സിസ്റ്റത്തിനെയും ഒന്ന് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ലിസ്റ്റ്, അവരുടെ ഒരു ലിസ്റ്റ് പറഞ്ഞ പോലെ ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് മെട്രോളജി പറയാം. അതായിരിക്കും കുറെ കൂടി മനസ്സിലാക്കാൻ. അതെ, ഹരി നല്ല സജഷനാണ് സാർ പറഞ്ഞേ. ഹരി പറഞ്ഞ സജഷൻ നല്ലതാണ്. ആ മെത്തഡോളജി പറഞ്ഞിട്ട് ആ ഒരു ആർട്ടിക്കിളിൽ എങ്ങനെയാണ് ആ മെത്തഡോളജി ഹാൻഡിൽ ചെയ്തേക്കുന്നുള്ളതും കൂടെ അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറെ കൂടി നല്ലതാണ്. എക്സാമ്പിൾ സഹിതം മനസ്സിലാവും. അപ്പൊ അതില് എക്സാമ്പിൾ പറയണം. കുറെ കൂടി ബെറ്റർമെന്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം ആ ഡിസൈൻ പോകേണ്ടതെന്നെല്ലാം സീനിയേഴ്സ് ആകുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് റൊട്ടേഷൻ നമുക്ക് കിട്ടാൻ മതി. ഇപ്പൊ നെക്സ്റ്റ് ഇത് പറയുക, ഈ ഇതിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ആരൊക്കെയാണെന്നൊന്ന് സിസ്റ്റം മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് ഒരു ഹോംവർക്ക് ചെയ്തിട്ട് നമുക്ക് പറയാം സാർ. അത് നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ നമുക്ക് ഇനി ഇടുമല്ലോ. നമ്മളിപ്പോ സൈറ്റിലിട്ട് ഇത്രയും ആദ്യം നമ്മൾ ആരെയും പിടിച്ചില്ല, ആരോടും പറഞ്ഞ ഫാക്കൽറ്റി ഓഫ് മെഡിസിന്റെ ഡീനിനോട് പോലും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പോലും വന്നു. അപ്പൊ അതിന്റെ അർത്ഥം നാച്ചുറലി നമ്മളൊരു നല്ല പ്രോഗ്രാം നമ്മുടെ ഫാക്കൽറ്റിക്ക് വേണ്ടിയും സ്റ്റുഡൻസിന് വേണ്ടിയും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എവരിബഡി വിൽ സപ്പോർട്ട് ഇറ്റ്. ഇപ്പോൾ നന്നായിട്ട് PG സ്റ്റുഡൻസ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അവർക്ക് കയറാമോ എന്നാണ് അവർ ചോദിക്കുന്നത്. 500 പേരെ ഇപ്പൊ അക്കോമഡേറ്റ് ചെയ്യാം സാർ. അല്ല, അവര് എല്ലാവരും കുറച്ച് ഷോർട്ട് കമന്റ്സ് കൂടെ വേണം നമുക്ക്. രഘു സാറ് വന്നോ അതോ? ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ പോയി തോന്നുന്നു. ഇപ്പോഴും ഉണ്ട്, കാണുന്നുണ്ട്. പക്ഷേ സാർ എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും തിരക്കിലൊന്നാണ്. കുഴപ്പമില്ല സാർ. അടുത്തത് നമുക്ക് ആരെങ്കിലും അഭിപ്രായം പറയാനുള്ളെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കേണ്ടി വരും. എനിക്ക് അത്ര പേര് എല്ലാവരുടെയും ഫെമിലിയർ ആയിട്ടില്ല. എങ്കിലും യാദവേ സർജറിയിൽ നല്ലപോലെ ജനറൽ ക്ലബ്ബ് നടത്തുന്ന ഒരു സ്ഥലമാണ് യാദവ്. യാദവ് ഉണ്ടോ ഇവിടെ? ഉണ്ട് സാറേ. യാദവ് പറഞ്ഞോ. യാദവ്, എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി നിങ്ങളുടെ ജനറേഷനിലുള്ളവരെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കാന്നുള്ളതാ. ഹരിസാറിനെ പോലെ തല നരച്ചവരല്ല. ഇങ്ങനെ നമ്മള് ഇങ്ങനെ നടത്തുന്ന കാര്യം പബ്ലിസിറ്റി കൊടുക്കുക, താല്പര്യമുള്ളവരല്ലേ വരത്തുള്ളൂ. താല്പര്യമുള്ളവർ മാത്രം മതി, നമുക്ക് താല്പര്യമില്ലാത്തവർ. ഓക്കെ, എനിക്ക് തോന്നുന്നേ ഗിരി ഉണ്ടാവും സാർ. ഗിരി ഞാൻ ഗിരിയാണ് ഓർത്തത്. പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് ഗിരിയെ കിട്ടി. ഗിരിയുണ്ട്. ഗിരിയുടെ അഭിപ്രായം പറ. ഗിരി, ഗുഡ് ഈവനിങ് ടു ഓൾ. സർ, ഇത് ഏറ്റവും നല്ല കാര്യമാണ്. ചെറിയ രീതിയിൽ ഞാൻ കോളേജിൽ PGക്കാർക്ക് വേണ്ടിയിട്ട് ജേർണൽ ക്ലബ്ബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ സാറ് പറഞ്ഞാലും വളരെ ഷോർട്ടായിട്ടല്ല, ഞങ്ങൾക്കൊരു ഡിസ്കഷൻ എന്നുള്ള മോഡലിൽ ഞാൻ കൂടുതൽ ഒരു 50 മിനിറ്റ്സ് 30 to 50 മിനിറ്റ്സ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നാച്ചുറലി ഇപ്പൊ നമ്മൾ സയന്റിഫിക് ആയിട്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഡെഫിനറ്റ് ആയിട്ട് പറ്റും. അത് കുട്ടികളിൽ എത്തിക്കാനും പറ്റും. ഇപ്പൊ സാറ് ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്. കുട്ടികളെ കൂടെ ഇന്ന് തന്നെ ഞാൻ ആലോചിച്ചു, പക്ഷെ സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പൊ അവർക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്, ഇനിഷ്യേറ്റീവ്. സോ എല്ലാ സക്സസും വരും. കാരണം ഇത് സാർ ഇതിനു മുന്നേയും രാജമോഹൻ സാറും ശ്രീ സാറും ഒക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ. പക്ഷെ ഇപ്പോഴും നമുക്ക് തുടങ്ങാൻ പറ്റി. ഇത് വലിയ നല്ല കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ദയവ് ചെയ്ത് എന്തെങ്കിലും കമന്റ്സോ എന്തെങ്കിലും ഭാവിയിലേക്കുള്ള എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയുക. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. എനിക്ക് എല്ലാവരും പേഴ്സണലായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആരെയും വിളിക്കുന്നില്ല. വത്സ ഈസ് എ സീനിയർ ഫാക്കൽറ്റി. വത്സയൊക്കെ ഒരുപാട് ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് എടുക്കുന്ന ആളാണ്. ഹലോ സർ. ഹലോ. പറഞ്ഞോ വത്സ, എങ്ങനെ നമ്മുടെ ഈ പരിപാടി എങ്ങനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതെന്ന് പറഞ്ഞോ. സജഷൻസ് എന്തെങ്കിലും പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു നല്ലൊരു an idea can change the world എന്ന് പറഞ്ഞാൽ change the whole world of learning and teaching. എനിക്ക് തോന്നുന്നു എല്ലാവരും ഓൾ ഇൻക്ലൂസീവ് ആറ്റിറ്റ്യൂഡ് തന്നെ വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ് സാറ്. പിന്നെ ഹരി സാറ് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ബേസിക്സ് തുടങ്ങിയിട്ട് എല്ലാ സ്ട്രീംസിനോടും നമുക്കും ഒരു എക്സ്പോഷർ കിട്ടുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. I wish all very much. Yeah. Thank you. If there are any suggestions more, you can just say that. Otherwise, we will stop. Wind up. It is 8:30. We thought of 8:30.
ഫോർമലായിട്ട് താങ്ക്സ് പറയാനായിട്ട് ഞാൻ ഞങ്ങളുടെ ഒരു നമിത ഒരു ഫോർമൽ താങ്ക്സ് പറഞ്ഞ് നമുക്ക് നിർത്താം. നമിതയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമിത സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ നേരത്തെ അവിടുത്തെ ഇപ്പൊ റിസർച്ച് അസിസ്റ്റന്റ് ആണ് ഒരു പ്രോജക്റ്റില്. നമിത ഉണ്ടോ ഇവിടെ? സർ ഉണ്ട് സർ. താങ്ക്സ് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനിപ്പോ കോർഡിനേഷൻ എന്നുള്ളതൊന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും കോർഡിനേറ്റ് ചെയ്തേ പറ്റൂ. എങ്ങനെയാണ് ഇന്നിപ്പോ നമ്മള് അനൗൺസ്മെന്റ്സ് കറക്റ്റ് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. നമ്മുടെ ഒരു ഹാർഡ് കോർ ഗ്രൂപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ട് ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ആരാണ് ഫാക്കൽറ്റി എന്നുള്ളത് തീരുമാനിക്കണം. പിന്നെ അവർക്ക് എന്തെങ്കിലും റിസോഴ്സസ് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഉദാഹരണമായിട്ട് ക്രിട്ടിക്കൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മെത്തഡോളജികളിലെ ആർട്ടിക്കിൾസ് ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കോർഡിനേഷൻ വർക്ക് നമിത വിൽ ബി ഡൂയിങ്. നമിത, യു ക്യാൻ എക്സ്പ്രസ് യുവർ വോട്ട് ഓഫ് താങ്ക്സ്, ഫോർമൽ വോട്ട് ഓഫ് താങ്ക്സ്. Please, I acknowledge this point, this time, our sincere thanks to our Honorable VC, Pro Vice Chancellor, Registrar and Research Dean, who are actually giving a lot of support to all these academic activities. On behalf of Sudhi sir and myself, we express our heartfelt thanks to them. In the formal session, we will invite all of them and other deans also, like Dean Nursing. ഇന്നിപ്പോ ഒരു വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ നടത്തിയതായതുകൊണ്ടാണ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തത്. സുധി സാർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് നമിതർക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയാം. സുധി സാറെ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? വിജയൻ സാറിനെയും കൂടി വേണം. വിജയ് സാറിനെ നമുക്ക് PVC ഇന്നിപ്പോ നമ്മള് ഒഫീഷ്യൽസിനെ ആരെയും വിളിച്ചില്ല സാർ. കാരണം നമുക്ക് തന്നെ അറിയത്തില്ല എത്ര പേര് ഇതിനകത്ത് വരും എന്തുവാന്നൊക്കെ ഉള്ളത്. നമ്മൾ ആരെയും വിളിച്ചില്ല, ഒരു ഡീനിനെ ആരെയും വിളിച്ചില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ഫോർമലായിട്ട് നടത്താം സാർ. 2-3 എണ്ണായാലും നമ്മൾ തന്നെ കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ടി വരും. ആ റണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ സർ, താങ്ക് യു സർ. അപ്പൊ നമിത വോട്ട് ഓഫ് താങ്ക്സ് നമുക്ക് നിർത്താം. താങ്ക് യു സർ. ഇത് ഫസ്റ്റ് ടൈം ആണ് സർ നമ്മൾ ഇങ്ങനെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സ്കൂൾ ഓഫ് fundamental research in Ayurveda. Together we are doing a wonderful job. Journal club. Hosting a journal club. അതെ. പക്ഷേ ഇത് സർ, we have conducted many journal clubs before also. യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ എംഫിലിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് journal clubs നടത്താറുണ്ട്. ആൻഡ് ഒരു വലിയ ജേർണൽ ക്ലബ്ബ് നമ്മൾ ഓൾറെഡി സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തിയിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാറിന് നല്ലൊരു പ്ലാൻ ഉണ്ട് ഇതിനെക്കുറിച്ച്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫാക്കൽറ്റിക്കെല്ലാം ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അവയർനെസ് കൊടുക്കണമെന്നുള്ളത്. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം നടത്തിയത് ഇത്രയും സക്സസ്ഫുൾ ആവുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആൻഡ് ഐ എം എക്സ്പ്രസിംഗ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു സുധികുമാർ സർ ഓൾസോ. സാറിന്റെ എഫേർട്ടും ഇതിനകത്ത് സാറ് നല്ലൊരു ബ്രോഷറൊക്കെ ഞങ്ങൾക്ക് ചെയ്തിരുന്നു ഇതിനെ കുറിച്ച്. ആൻഡ് ഇതിന് നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ ഞങ്ങൾക്ക് ചാൻസ് തന്ന വൈസ് ചാൻസലർക്കും രജിസ്ട്രാർ PVC ആൻഡ് എക്സ്പെഷ്യലി മൈ സിൻസിയർ താങ്ക്സ് ടു ഡോക്ടർ രാജ്മോഹനൻ. സാറാണിത്, സാറ് ആണ് ഇങ്ങനെ നല്ല പ്ലാൻസ്, ഡീൻ റിസർച്ച് ആൻഡ് ഷാജി സാറിന്, പിന്നെ നല്ല കമന്റ്സ് ഇപ്പോ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള, എപ്പോഴും നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും നല്ല സപ്പോർട്ടാണ് നിൽക്കുന്ന ഡീൻ മെഡിസിൻ നമ്മുടെ ഹരി സാറിന്, ആൻഡ് സീനിയർ ഫാക്കൽറ്റീസ് ഓഫ് ക്ലിനിക്കൽ എപ്പിഡമിയോളജി ആൻഡ് പ്രൊഫസേഴ്സ് ഓഫ് KUHS, ആൻഡ് എക്സ്പ്രസിംഗ് മൈ സിൻസിയർ താങ്ക്സ്. സീനിയർ ഫാക്കൽറ്റി ഓഫ് all streams. അതെ. And once again I'm expressing my thanks to Dr. Sudhikumar സാറിനും രാജ്മോഹൻ സാറിനും ഒന്നുകൂടി എൻ്റെ താങ്ക്സ് എക്സ്പ്രസ് ചെയ്യുന്നു. നമുക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ we will move forward. Thank you so much, sir. Okay, thanks.